ആമേൻ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദവാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 53 അതിന്റെ 1-ാമത്തെ വേദവാക്യം. അടുത്തത് ആമേൻ. അടുത്തത് ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർ മുളക്കുന്നത് പോലെയും വളരും. അടുത്തത് മതി. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മുഖവുര പറഞ്ഞൊട്ട് ഞാൻ സമയം കളയുന്നില്ല. കുറച്ച് സമയമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും കുറവ് കിട്ടുന്നത് പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ സമയം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ടൈം അങ്ങ് പെട്ടെന്ന് പോകും. അതുകൊണ്ട് അവസാനം മെസ്സേജ് തീർക്കാൻ ഞാൻ ബന്ധപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. എന്നെ അറിയാലോ നിങ്ങൾക്ക്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾ ഒത്തിരി കേട്ടു. അതുകൊണ്ട് ഇനി ഒന്നും പറയാതെ തിരുവചനത്തിലേക്ക് വരികയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാമത്തെ വേദവാക്യമാണ് നമ്മൾ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, സങ്കീർത്തനം 22, യെശയ്യാ 52-ന്റെ അവസാനം, യെരമ്യാ പ്രവചനം 32 എന്നിത്യ അധ്യായങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മശികൈക സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങളാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് വളരെ ആഴമായി വിവരിച്ചിട്ടുള്ള അധ്യായങ്ങളാണ് യെശയ്യാ 53, യെശയ്യാ 52-ന്റെ അവസാനവും സങ്കീർത്തനം 22-ഉമെല്ലാം. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ടവനായ തമ്പുരാന്റെ വളരെ ക്രൂശിക്കപ്പെട്ടതായ വേദനജനകമായ കാര്യങ്ങളൊക്കെ ആഴമായി പ്രവചിക്കപ്പെട്ട പ്രവചനമാണ് ഈ യെശയ്യാ 53. കർത്താവിന്റെ ദാസനായ യെശയ്യാവ് 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ താൻ പ്രവചിച്ചുകൊണ്ടിരുന്നത് നാട്ടുകാർക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം എന്നാ പറഞ്ഞത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും കഷ്ടം. തന്നെ കൺമുമ്പിൽ കണ്ടവരോടെല്ലാം പറഞ്ഞു നിങ്ങൾക്കെല്ലാം കഷ്ടം. എന്നാൽ യെശയ്യാ 6-ാം അധ്യായത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കല്ല കഷ്ടം, എനിക്കാ കഷ്ടം. അപ്പൊ തമ്പുരാനെ കാണേണ്ടതുപോലെ കണ്ടാൽ നാം വിരലുകൾ മറ്റുള്ളവരുടെ മേൽ ചൂണ്ടത്തില്ല, നാം നമ്മുടെ മേൽ തന്നെ ചൂണ്ടും. മറ്റുള്ളവരെ നാം കുറ്റം വിധിക്കുന്നതിന് ഒരു കാരണം, നാം കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. നാം കണ്ടു കഴിഞ്ഞാൽ ആ വിരലുകൾ അങ്ങോട്ട് നീട്ടുകയില്ല, ആ വിരലുകൾ ഇങ്ങോട്ട് നീട്ടി പറയും, എനിക്കയ്യോ കഷ്ടം. ആമേൻ. എന്താണേലും എനിക്കയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അടുക്കിലേക്ക് യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിടകത്തുനിന്ന് ഒരു കൊടിലുമായിട്ട് ഒരു സാറാഫുകൾ ഒരുത്തൻ പറന്നു വന്ന് യെശയ്യാവിന്റെ നാവിനെ തൊട്ടു. അധരം ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്ന യെശയ്യാവിന്റെ നാവിനെ തൊട്ട നിമിഷം യെശയ്യാവിന്റെ അധരം ശുദ്ധീകരിക്കപ്പെട്ടു. അധരം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട അധരത്തിൽ നിന്നും കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പുറത്തു വന്നു. സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞ് ഞാൻ മെസ്സേജിലേക്ക് വരാം. അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ എൻ്റെ വായ പോലെ ഇരിക്കും എന്ന് വെച്ചാൽ ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. ശുദ്ധീകരിക്കപ്പെട്ട നാവിനകത്തുനിന്ന് പ്രവചന ശബ്ദങ്ങൾ മുഴങ്ങും. ഞാൻ എന്നും പറയാറുണ്ട്, അതും ഇതും പറയുന്ന ഒരുവന്റെ വാഗുണ്ട് പ്രവചനം വന്നാൽ ആ പ്രവചനം ശ്രദ്ധിക്കണം. വായിക്ക് കാവൽ കൽപ്പിക്കാതെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഏതൊരു പ്രവാചകനെയും നിങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ അധരം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന്റെ പ്രവചനം ശരിയല്ല. കാരണം സങ്കീർത്തനം 45 പറയുന്നത് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാക്കുമെന്നാൽ. അപ്പൊ നമ്മുടെ അധരം ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട അധരങ്ങളിൽ നിന്ന് ജീവന്റെ മൊഴികൾ പുറത്തു വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ അധരമൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. സ്തുതിക്കുന്ന നാവ് കൊണ്ട് കള്ളം പറയത്തില്ല, സ്തുതിക്കുന്ന നാവ് കൊണ്ട് മറ്റുള്ളവനെ ചീത്ത പറയത്തില്ല, സ്തുതിക്കുന്ന നാവ് കൊണ്ട് മറ്റുള്ളവനെ ഏഷണി പറയത്തില്ല.
അവൻ ഇന്ന് രാത്രി നമ്മുടെ അത്തരം ശുദ്ധീകരിച്ചാകട്ടെ നമ്മുടെ ആരാധന. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയിൽ പറയാറുണ്ട്, അവൻ നാം സ്തുതിക്കുമ്പോൾ നാം ആരെയാണ് സ്തുതിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം നാം സ്തോത്രം ചെയ്യാൻ, അല്ലേ? സ്വർഗം പോലും തൃക്കണ്ണ് നിർമ്മലമല്ല എന്ന് കണ്ട സ്വർഗത്തിലെ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ പാട്ടും നമ്മുടെ ആരാധനയും ഒക്കെ സ്വർഗം സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് അയവിറക്കുന്ന നല്ലതാണ്. ആമേൻ, അല്ലേ? ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ ഈ രാത്രി ദൈവം നമ്മുടെ നാവിനെ ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രി നമ്മൾ ആ തിരുവചനത്തിൽ നിന്ന് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആമേൻ ക്രിസ്തുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, പകരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം നാം അറിഞ്ഞിരിക്കേണ്ട, അനുദിനം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ഞാൻ എവിടെ വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റാലും തുടക്കം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യെരമ്യാ പ്രവചനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്നത് കൊണ്ട് എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവമക്കളെ, കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ വിശ്വസിക്കുന്നു വചനം ഐസുകട്ടയല്ല, വചനം തീയാണ്. ആമേൻ. ഏത് കത്തിക്കാത്തവനെയും കത്തിച്ചെടുക്കാൻ വചനത്തിന് ശക്തിയുണ്ട്. അവൻ ഏത് അനങ്ങാത്തതിനെയും തീ പിടിപ്പിച്ചെടുക്കാൻ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേര് എമ്മൗസിലേക്ക് പോകുമ്പോൾ അവിടെ നടുവിലേക്ക് തമ്പുരാൻ ഇറങ്ങി നടക്കുകയാണ്. അവർ രണ്ടുപേരും നടന്നു വരുന്ന കൂട്ടത്തിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ പറയുന്നത്, എടാ മശിക തമ്പുരാനുണ്ടല്ലോ, 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മൾ കരുതി അവൻ പ്രവാചകനെന്ന്, നമ്മൾ കരുതി അവൻ ദൈവത്തിന്റെ പുത്രനെന്ന്. പക്ഷേ ദാണ്ട് നോക്കിക്കേ, യഹൂദന്മാരും അവൻ റോമക്കാരും ചേർന്ന് അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോ നടുവിലേക്ക് ഇറങ്ങി വന്നവൻ അവരോട് ചോദിച്ചു, പ്രവാചകന്മാരും ദൈവദാസന്മാരും അറിയിച്ചത് വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ പറഞ്ഞതിനു ശേഷം തിരുവെഴുത്ത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നടന്നു പോകുന്നതിന്റെ വഴിയിൽ അവർ പാർക്കുന്ന മാളിക മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ വന്ന വയോധികനായ മനുഷ്യൻ ഒരപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഇവർക്ക് കൊടുത്തു. അവർ വാങ്ങി കഴിച്ചപ്പോൾ അവിടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടത് തുറക്കപ്പെടുകയും അവർ പറയുന്നു, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ദൈവവചനം കൃപയോടെ സ്വീകരിച്ചാൽ അകത്തൊരു കത്തൽ ഉണ്ടാകും. ദൈവപൈതലേ, വചനം സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ചാൽ അകത്തൊരു തീ പിടിക്കാൻ ഇടയാകും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ വചനം ധ്യാനിച്ചു, വചനം ധ്യാനിച്ച് 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 ഞാൻ മുന്നോട്ട് വന്നപ്പോൾ എന്റെ ഹൃദയം ഐസ് കട്ട എന്നല്ല പറഞ്ഞത്, എന്റെ ഹൃദയം അവൻ ചൂട് പിടിക്കാൻ തുടങ്ങി, ധ്യാനത്തിന്റെ തീ കത്താൻ തുടങ്ങി. ഇന്ന് രാത്രി വേളയിൽ ഒരു ദൂത് പറയാ, വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി തീ കത്തണം. ദൈവപൈതലേ, ആരാധിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറാകണം. കരമടിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിക്കാൻ തയ്യാറാകണം. അന്യഭാഷ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അന്യഭാഷ പറയാൻ തയ്യാറാകണം. കരം ഉയർത്തണോ, കരം ഉയർത്തണോ, കരം അടിക്കണമോ, കരം അടിച്ചാരാധിക്കണോ. ഹല്ലേലൂയ. ഉടപനഘടകധുര ജനകൾ ഘടകലാദന ഹൽക്കനഘടകധുരാരവ സന്ധലാദന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം തീയാണ് ദൈവമക്കളെ. വചനം വരുന്നിടത്ത് ആത്മാവിന്റെ തീ കത്താനിടയായി തീരും. ഞാൻ ഇന്ന് പകൽ ഒരൊറ്റ ദൂത പറയാം. ഞാൻ ഈ ദൂത പറയുന്നതിന് ഒരു സാക്ഷ്യം പറയാം. ആമേൻ. ഒരിക്കല് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന തമ്പിച്ചായൻ എന്നെയും എന്റെ ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അഞ്ചാനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് റാന്നിക്കടുത്ത്, പലരും കാണുമല്ലോ ഇവിടെ. അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ച് രണ്ടായി മാറി. ആമേൻ. ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ പോയി അവിടെ ഒരു ഉപവാസ
ഉപവാസ പ്രാർത്ഥന വെക്കണം. അങ്ങനെ തമ്പിച്ചാൻ പറഞ്ഞതനുസരിച്ച് ഞാനും എൻ്റെ ദൈവദാസൻ ജോഷി പാസ്റ്ററുമായി അവിടെ വചനം പ്രസംഗിക്കാൻ വേണ്ടി പോയി. ആമേൻ. 300 പേരുള്ളിടത്ത് 20 പേരാണ് ഉപവാസ പ്രാർത്ഥനക്കുള്ളത്. അതിന് ഒരു ദിവസം മുമ്പ് അവിടെ വലിയ പ്രശ്നമുണ്ടായി. സഭയിലുള്ള ആളുകളെല്ലാം ഇറങ്ങിപ്പോയി. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആരുമില്ല. ഞാനും ജോഷി പാസ്റ്ററും ചെന്നു. പാസ്റ്റർ എന്നോട് പറഞ്ഞ് നീ വചനം പ്രസംഗിക്ക്. ഞാൻ പ്രസംഗിച്ചു. ആരും അനങ്ങുന്നില്ല. കാരണം ഞായറാഴ്ച 300 പേര് ഇരുന്നിടത്ത് തിങ്കളാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് 20 പേരേ ഉള്ളൂ. ആകെ സഭ കലങ്ങി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒടുവിൽ ദൈവദാസൻ എഴുന്നേറ്റ് അരമണിക്കൂർ പ്രസംഗിച്ചു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ദൈവദാസനോട് പറഞ്ഞു, മോനെ ഇവിടെ ആമൻ പ്രസംഗം പോരാ, ഇവിടെ പ്രാർത്ഥന ഏക്കത്തുള്ളൂ. അന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് ഉറക്കമില്ല, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, ശബരിമലക്ക് പോകുന്ന എരുമേലിക്ക് പോകുന്ന റോഡ് സൈഡിലാണ് ഈ ചർച്ച് നിൽക്കുന്നത്. അന്ന് രാത്രി ഉറക്കം മാറ്റിവെച്ച് ഈ ചർച്ചിന്റെ പുറത്ത് നടന്ന് ഞങ്ങൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമൻ ഏകദേശം ഒരു 11 മണിക്ക് തുടങ്ങിയത് നേരം വെളുക്കുന്നത് വരെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാൻ തുടങ്ങി. ഈ അന്യഭാഷ പറയുന്നതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് തിരുത്താൻ കൂടിയ ഇന്ന് ആരംഭ സമയം ഞാൻ എടുക്കുന്നത്. ഹല്ലേലൂയ. ഈ ആമേൻ. ഇപ്പോൾ നാം കേൾക്കുന്ന ഈ യൂട്യൂബിലൂടെയൊക്കെ എന്തിനാ ഈ അന്യഭാഷ പറയുന്നത്? അവൻ എന്തിനാ ചർച്ചിനകത്ത് അന്യഭാഷ പറയുന്നത്? ഇത്രയും അന്യഭാഷ പറയേണ്ട ആവശ്യമുണ്ടോ? ദൈവമക്കളെ, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ അതിന്റെ ഗുണം എന്താന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ അനുഭവിച്ച ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാ, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ പോലും അന്യഭാഷയിൽ ആരാധിക്കാതിരിക്കരുത്. ആമേൻ. അങ്ങനെ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു. രാവിലെ സമയമായപ്പോൾ പാസ്റ്റർ പിന്നെയും എനിക്ക് ഞറുക്കിട്ടു. എന്നോട് പറഞ്ഞ് നീ ആദ്യം പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് എഴുന്നേറ്റപ്പോൾ അതിശക്തമായ ദൈവ സാന്നിധ്യം 20 പേരിൽ നിന്നും കുറച്ചു പേര് കടന്നു വന്നു. അച്ഛാ, പ്രസംഗം അങ്ങ് മൂത്ത് ശക്തിയോടെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഈ ആലയത്തിന്റെ വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഓടി വെളി വരാൻ പറഞ്ഞു. ഞങ്ങൾ ആമൻ എന്താണെന്നറിയില്ല, ഈ മോൻ പുറത്തോട്ട് വിളിച്ചനുസരിച്ച് ദൈവദാസൻ വെളിയിലേക്ക് എന്നപ്പോൾ ഒരു കാഴ്ച കാണുകയാ. ആലയത്തിന്റെ തൊട്ടുവാതിക്കലെ 4ാമത്തെ സ്റ്റെപ്പിന്റെ താഴേന്ന് ഈ മണ്ണിനടിയിൽ നിന്ന് ദൈവദാസനെ ഒരു കുപ്പി നേരെ പൊങ്ങി വന്ന് ഈ മണ്ണിന്റെ പണ്ടേ കിടക്കുക, നേരെ മുകളിലോട്ട് വന്ന് കിടക്കുക. ആമൻ. പാസ്റ്റർ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ പുറത്തു ചെന്നപ്പോൾ ഈ കുപ്പി അവിടെ കിടപ്പുണ്ട്. എന്നോട് പാസ്റ്റർ എടുക്കണമെന്ന് പറഞ്ഞു. എടുത്തു. അതിന്റെ മൂട് അഴിച്ചു, ആ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ നീളത്തിൽ ആമൻ ഒരു തങ്കത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ചെമ്പ് തകിടിനകത്ത് അറബിക് വേടൊക്കെ എഴുതിയ എന്തൊക്കെയോ സാധനം കെട്ടിയത്, കുറെ മുടി, കുറെ നഖം, ആമൻ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ ആമൻ ഏതൊക്കെ അറബ് ഭാഷയിൽ എഴുതി ഇതിനകത്ത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടേക്കുക. അന്ന് വരെ എനിക്ക് മന്ത്രവാദം, എനിക്ക് വിശ്വാസമില്ല. അമ്മ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ പറയും ചുമ്മാ ഇരി എന്ന് പറയും. പക്ഷെ എന്റെ കൺമുമ്പിൽ ഞാനത് കണ്ടു. കൈ തൊടാതെ ഇത് പുറത്തിയാടി. ഒരു മനുഷ്യൻ തിരയാൻ പോകാതെ അന്നത് പുറത്തു വന്നു. എന്തായാലും അത് അഴിച്ചു. ഞങ്ങളൊരു പേപ്പറിനകത്ത് കെട്ടി. പാസ്റ്റർ പറഞ്ഞു, ഇവിടെ ഇരുണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് വെച്ചു. അവിടെ കളഞ്ഞില്ല. അവൻ 3ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവൻ ചർച്ചയിൽ നിന്ന് പോയതിന്റെ ഇരട്ടി ചർച്ചിനകത്ത് കയറി. ഹല്ലേലൂയ. ചർച്ചിനകത്ത് ഇരിക്കാനിടമില്ല. എല്ലാം വന്ന് ചർച്ചിനകത്ത് നിറഞ്ഞു. അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ എന്ന് പറയുന്നത് ആമൻ പ്രിൻസ് തോമസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രിൻസ് പാസ്റ്ററുടെ അപ്പൻ കുഞ്ഞാമ്മ കുട്ടിച്ചായന, അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ. പുള്ളി അറിഞ്ഞു ഈ ചർച്ചിനകത്ത് ആളുകൾ കയറി. പുള്ളി ജീപ്പും എടുത്ത് വന്നപ്പോൾ ആലയത്തിനകത്ത് ഇരിക്കാനിടമില്ല. അവൻ ജനം നൃത്തം ചെയ്ത് ആരാധിക്കുക. ഞങ്ങളുടെ ചോദിച്ചു, ഇവിടെ എന്താ സംഭവിച്ചത്? കാര്യമൊക്കെ പറഞ്ഞു. ഉടനെ അവൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, അന്ന് ഞാനൊരു കാര്യം പറയാ, അടുത്ത മാസം തൊട്ട് എല്ലാ മാസം 3 ദിവസം എന്റെ ആലയത്തിലാണ് നിങ്ങൾക്ക് മീറ്റിംഗ്. അങ്ങനെ എല്ലാ മാസത്തിന്റെ 3 ദിവസം ഞങ്ങൾ മീറ്റിംഗ് റാന്നിയിൽ തുണ്ടത്തിൽ ആമ കുഞ്ഞുമച്ചാന്റെ ചർച്ചിലോട്ട് മാറ്റി. അന്ന് പ്രിൻസിപ്പാൾസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടില്ല, താനന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ചർച്ചിൽ അന്നൊരു ഉണർവ് ആരംഭിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ആ ആലയത്തിനകത്ത് മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചർച്ചിന്റെ ആ തിരുവരമ്പ് ദൈവം വിശാലമാക്കാൻ തുടങ്ങി.
ഇതിനകത്തുള്ള ആരെങ്കിലും റാന്നിക്കാരുണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി പറയാ, അന്യഭാഷ പ്രാർത്ഥനക്കകത്തുനിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരെ എഴുന്നേറ്റു. അതാണ് ബ്ലസ് റാന്നി എന്ന് പറയുന്ന ഒരു കൂട്ടം. സുരേഷ് ബാബുവിന് വെച്ച് ഒരു മീറ്റിംഗ് നടത്തി 25,000 പേര് കൂടി. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, അന്യഭാഷ പറഞ്ഞ് പട്ടണത്തിൽ നടക്കാൻ. ആ ചർച്ചിന്റെ വളർച്ചയുടെ ഒരു കാരണം ദൈവദാസനെ അന്യഭാഷയുള്ള ആരാധനയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ഒരു മടിയും വേണ്ട കേട്ടോ. അന്യഭാഷയിൽ ആരാധന കുറയ്ക്കരുത്. ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇഷ്ടമില്ലാത്തവരുണ്ടാകാം. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചു. ഇന്ന് രാത്രി ചിലതിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ എന്താ ദൈവം വിശ്വസ്തനാണ്. പോരാ പോരാ, എല്ലാ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ ആരാധിക്ക്. ആത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ ഒരാഴ്ചയുടെമേന്ന് അടുത്ത വ്യക്തിയിലേക്ക്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഈ രാത്രി ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ അഭിഷേകം പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തമായ അഭിഷേകം നിന്റെ ദാസന്റെ മേൽ വ്യാപരിക്കട്ടെ, നിന്റെ ദാസന്റെ മേൽ വ്യാപരിക്കട്ടെ, അങ്ങയുടെ അഭിഷിക്തന്റെ മേൽ. യെസ് യെസ് യെസ്. ഓ ഓ ഓ ഓ Satala reketele satala dalada udabana bara bala udabana bara bala baba sabana gadaga udabana bara bala baba alkana gadaga dana jana gadaga dana ribaba nakasala daladana. ഈ ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. udabana rebala gadaga duna jana bara bala baba alkana gadaga dana ribala bara bala bala baba udabana bara bala. Sabana ragadula rabala gamtala atuna bara bala bauda bana gadaga jala rigala gadaga jala uda bana bara bala bauda bana bara bala bala baba uda baba ribala bar uda baba ribala bar uda bala ribala bar uda bala bar uda gada ribala bar ram sabala bala bala. Yes 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 yes. Oh, ribana gadaga juna bala bala uda bala bala baba. Sita la da la da na raga da la raba. Ese te le reke te le reke. ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ. Oh, the fire. Santele reke te le re de le re. Uda jana thala raga da la raba na ra.
Oh, Ribanaga Jula Baba Uda Baba, Hatuna Banaga Jagala, Tuna Baba, Sabanaga Tuna Banaga Baba, Uda Banaga Tuna Baba, Alcanaga Tuna Baba, Ricatana Satala Talara, Recatala Sita Lala, Ripinica Tanatala, Uda Panatala, Ricatala Ragana Talara, Etele, Ripinica Tele, Santele Ketene, Ripinica Tanatala, O Ribana Catalatala, Recatele, Ripinica Tanatala, Ripinica Tele, Udipini City, Atana Catala, Ripinica Tala, and Mavin the Pagarsa, and Mavin the Pagarsa, or Imbatation, whatever the Pagarsa of Yamarikia. ഒരു ആത്മപകർച്ച ഈ രാത്രി ശുശ്രൂഷയുടെ ഒരു വലിയ പകർച്ച Jesus. ദൈവത്തിന്റെ വചനം തീയാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവവചനം തീയാണ്. ഇത് പ്രസംഗിക്കുന്നിടത്ത് തീ കത്തും, ഇത് പറയുന്നിടത്ത് തീ കത്തും. കാരണം വചനം തീയാണ്. വചനം തീയാണ്. ഇന്ന് അതിന്റെ ശക്തി ദൈവം ചിലരുടെ മേൽ പകരും. ഇന്ന് ആ പകർച്ച നിങ്ങളുടെ മേൽ ദൈവം പകരാൻ പോകുക. ഒരു ദേശത്ത് ഒരു ഭയങ്കര ഉണർവിന് വേണ്ടി ഈ മനുഷ്യനെ ദൈവം ഉപയോഗിക്കാൻ പോകുക. സഭ ഏറ്റെടുത്തോ. ഈ വ്യക്തി അവൻ നിസ്സാരമായി തീരുകയില്ല. ഈ വ്യക്തിയുടെ മേൽ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവനോട് ദൂത് പറയുകയാണ്. ഓ, നിന്റെ നാവിന് ഇന്ന് രാത്രി ദൈവം തൊടുന്ന രാത്രിയാ. ശബനഘടക ചുലാരബലഘടകദന അധുനബലഘടകദല റബൽ ഘടകദലാദന ആരാനാസെ തേലെ മോനെ, പരിശുദ്ധാത്മാവനോട് പറയുന്നു, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നീയുണ്ട്. ഇന്ന് നിന്റെ പ്രവാചക അഭിഷേകത്താൽ ദൈവം നിറയ്ക്കാൻ പോകുക. ഒരു പ്രൊഫറ്റിക്കൽ അഭിഷേക ഇന്ന്. യെസ്, നിന്റെ നാവിൽ ഒരു പ്രവചനം വെളിപ്പെടാൻ പോകുക. നീ പ്രവചിക്കാൻ പോകുക. നിന്റെ അധരങ്ങൾ കൃപാവരങ്ങൾ ചൊലിക്കുക. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. അധരങ്ങളുടെ മേൽ വചന ശുശ്രൂഷ, വചനം ശുശ്രൂഷിക്കാൻ ഒരഭിഷേകം ഇന്ന് രാത്രി എന്റെ ദൈവം പകരുകയോ. ഈ പട്ടണത്തെ ഭരിക്കുന്ന സകല ദുർഭൂതങ്ങളും, ഈ പട്ടണത്തെ ഭരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് രാത്രി പോട്ടെ. കുടുംബത്തിനകത്ത്, ഭവനത്തിനകത്ത് ഇന്ന് രാത്രി തീ പിടിക്കാൻ പോകുക. ഭവനത്തിനകത്ത് തീ പിടിക്കാൻ പോകുക. ആത്മാവിന്റെ തീ ഈ രാത്രി പിടിക്കാൻ പോകുക. പരിശുദ്ധാത്മാവേ, ഇവരുടെ മേൽ അതിശക്തമായ ഒരാത്മപകർച്ച ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്നലകളിൽ പ്രാപിച്ചതല്ല. യെസ്, പ്രാപിച്ചോ. ജീസസ്.
ഘട്ടം തുടകട്ടതകതലാരകന്ധലെ ഉടബലഘടകജന റിബലഘടകതുരാദല അബ്തൽഫ ഉടബലബല ബൗഡബലഘടകതലാദല. ഞാൻ വളരെ ശക്തമായി പറയാം, പക്ഷേ ഈ രാത്രി ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗാണ്. ഞാൻ നിങ്ങളോട് ഒരു സാക്ഷ്യം പറയണമെന്ന് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞോട്ടെ. ഈ നിയോഗമെന്നും കൈവെപ്പെന്നൊക്കെ പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല, ദൈവം തരുന്നതാണ്. ഒരിക്കല് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വി എ തമ്പിച്ചായൻ, നിങ്ങൾക്കറിയാം 10,000-ലധികം പാസ്റ്റേഴ്സിന്റെ ലീഡർഷിപ്പിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ബിജു പാഷേ നീ എത്രയും പെട്ടെന്ന് പോയി 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. തമ്പിച്ചാൻ എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ അടുത്തുപോലും നിൽക്കത്തില്ല. കാരണം ആ മനുഷ്യൻ അതുപോലെ നിൽക്കുന്നൊരു ദൈവ മനുഷ്യനാണ്. എനിക്ക് പേടിയാണ്. പുള്ളി പറയാ നീ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ പോയി 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ട്രാവൽസിൽ ചെന്നപ്പോൾ ട്രാവൽസുകാരൻ പറഞ്ഞു, എവിടേക്കാ? മൈസൂരേക്കാ. യാത്രക്കാരുടെ പേര് പറയാൻ പറഞ്ഞു. ഞാൻ തമ്പിച്ച ആരൊക്കെ ഉണ്ട് പറ. തമ്പിച്ചാൻ പറഞ്ഞു, ഒന്ന് വി എ തമ്പി, രണ്ടാമതാരാ? രണ്ടാമത് ബിജു CX. ഞാൻ തമ്പിച്ച ഞാനാണോ? എന്താ പറ്റില്ലേ? ഞാൻ വരാൻ തമ്പിച്ച. കാരണം നമ്മളിങ്ങനെ വലിയ വലിയ ആളുകളുടെ കൂടെ ഒന്നും യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ ആളുകളുടെ കൂടെ യാത്ര ചെയ്താൽ അവരോട് എന്ത് സംസാരിക്കണം, അവരുടെ കൂടെ എങ്ങനെ ഇരിക്കണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ നമ്മൾ അങ്ങനെ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാ. അതുകൊണ്ട് എനിക്ക് പേടിയായി, ഇവരുടെ കൂടെ ഞാൻ എങ്ങനെ പോകും? തമ്മിച്ചാൻ പറഞ്ഞു, നാളെ വൈകിട്ട് മൈസൂരേക്ക് വേണം ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് എടുത്തു. ഞാനും തമ്മിച്ചാനും നേരെ മൈസൂരേക്ക് പോയി. മൈസൂർ തമ്മിച്ചാൻ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു. ഫുഡെല്ലാം കഴിച്ചു വന്ന് താമസിച്ച് രാത്രിയായപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, നിനക്ക് ക്ഷീണമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. കട്ടിലടുപ്പിച്ചിട്ടു. ഞാൻ കുറച്ച് വചനം പറയും, നീ എടുത്ത് വായിക്കണം. തമ്പിച്ചൻ വചനം പറയാൻ തുടങ്ങി. നെല്ലിക്കച്ചാക്കന്റെ കുത്തഴിച്ചതുപോലെ ആ വചനം പറയുന്നേ. ഞാൻ ഉടനെ എടുത്ത് വായിക്കാൻ തുടങ്ങി. പറയും, ഞാൻ വായിക്കും. എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ തമ്പിച്ചാൻ എന്നോട് പറഞ്ഞ്, ഇറങ്ങി മുട്ടയിലിരുന്നു. ആമേൻ. തമ്പിച്ചാൻ എഴുന്നേറ്റ് 2 കൈയും പൊക്കിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ ദിവസം രാത്രി എന്റെ മുറിയിൽ വന്ന് അങ്ങ് എന്നോട് പറഞ്ഞു ഇവനെയും കൊണ്ട് ഈ മുറിക്കകത്ത് വരാൻ. ഞാൻ ഇത് കേട്ടതും എന്റെ കൺട്രോൾ പോയി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. അടുത്ത പദം ഇതാണ്, തമ്പുരാനെ, ഈ കാലഘട്ടത്തിൽ അവൻ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ 49 വർഷം ശുശ്രൂഷയിൽ നിന്ന എന്റെ മേലുള്ള അധികാരം, അപ്പോസ്തലിക അഭിഷേകം ഞാൻ ഇവന്റെ മേൽ കൈമാറുന്നു. ഇത് പറഞ്ഞതും ഞാൻ അടിച്ച് താഴെ വീണു. അവൻ എൻ്റെ ശരീരം മുഴുവൻ തീ പിടിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. അവൻ ആരാധന കഴിഞ്ഞ് ഇന്നപ്പോൾ തമ്പിച്ചാൻ്റെ കൂർക്കം വലിയേക്കാം. തമ്പിച്ചാൻ സുഖമായി കിടന്നുറങ്ങി. ദൈവമക്കളെ, അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് പിറ്റേ ദിവസം പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആണ്. തമ്പിച്ചാൻ പറഞ്ഞു, ഞാനല്ല പ്രസംഗിക്കുന്നത്, നീയാ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ ബൈക്ക് എടുത്തത് എനിക്കറിയാം. ജനത്തിന്റെ മേൽ ആത്മാവിന്റെ തീ പിടിക്കാൻ തുടങ്ങി. ആ ഓഡിറ്റോറിയത്തിനകത്ത് കൂട്ടമായി ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. ദൈവമക്കളെ, അന്നു മുതൽ ഇന്ന് വരെ പോകുന്നിടത്ത് അത്ഭുതകരമായ മിനിസ്ട്രി ആരംഭിച്ചു. ഞാൻ അതിനുശേഷം എല്ലാ ജനറൽ കൺവെൻഷനുകളിലും ചിങ്ങവനത്ത് പ്രസംഗിക്കാൻ എഴുന്നേക്കും. കഴിഞ്ഞ ദിവസം തമ്പിച്ചാന്റെ മോൻ ബിജു തമ്പി പറഞ്ഞു, ഞങ്ങൾക്കാർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം ഈ മനുഷ്യന് ദൈവം കൊടുത്തു. എന്താ കാര്യമെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ഒരാഗ്രഹമാണ്, തമ്പുരാനെ, അങ്ങയുടെ ഒരു അഭിഷേകം എനിക്ക് ആവശ്യമാണ്. അത് മനുഷ്യനായിട്ട് വേണ്ട, ദൈവമായിട്ട് തരുന്നത് മതി. ഇന്ന് രാത്രി ഞാൻ അധികാരത്തോടെ നിന്ന് പറയുക, ഇതിനകത്തെ യൗവനക്കാരുടെ മേൽ ആ അഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. ഈ രാത്രി ഒരു പകർച്ച, ഒരു ഇമ്പാർട്ടേഷൻ, ഒരധികാരത്തിന്റെ പകർച്ച, ഒരധികാരത്തിന്റെ പകർച്ച, ഒരഭിഷേകത്തിന്റെ പകർച്ച, ശുശ്രൂഷ ചെയ്യാനുള്ള ഒരധികാരം. ഹല്ലേലൂയ.
ദൈവമക്കളെ, ഞാൻ ആ തിരുവചനത്തിലേക്കൊന്ന് വേഗത്തിൽ വരാം കേട്ടോ. അവസാനം നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, യെരമ്യാ 23:29. അവൻ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ദൈവവചനം പാറയെ തകർക്കുന്ന ഹാമറാണ്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തീർന്നില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായം പറയുന്നു, എന്താണ് ദൈവത്തിന്റെ വചനം? ശത്രു നമ്മൾക്കെതിരെ ആയുധം പ്രയോഗിക്കുമ്പോൾ ശത്രുവിനെ വെട്ടുവാൻ ദൈവം തന്നിരിക്കുന്ന ഏകായുധം ദൈവദാസനെ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. തീർന്നില്ല. യെഹെസ്കേൽ പ്രവചനം 37 പറയുന്നു, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയാണേലും അവൻ ചലനമില്ലാത്തതാണേലും അവൻ ദൈവവചനം പ്രവചിക്കാൻ തുടങ്ങിയാൽ ചലിക്കാത്തത് ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ജീവനില്ലാത്തത് ജീവൻ തുടിക്കുന്നത് വചനം നമ്മുടെ അകത്ത് വരുമ്പോഴാണ്. എബ്രായ ലേഖനം അവൻ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ജീവനാണ്. ദൈവത്തിന്റെ വചനം ജീവനാണ്, അത് ചൈതന്യമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അത് മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിപ്പിക്കും വരെ അത് തുളച്ചു ചെല്ലുന്നതുമാണ്. വചനം ചെല്ലാത്തൊരു മേഖലകളില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു പറ. പക്ഷേ ഞാൻ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഈ ചിലയിടത്ത് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവർ എന്നോട് പറയും, പക്ഷേ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണേ. ഞാൻ ചെന്നാ പറ്റി, ഭയങ്കര പോരാട്ടം പിടിച്ച സ്ഥലമാണ്. എടോ, ഞാൻ കാണുന്ന പോരാട്ടത്തെയല്ല, ഞാൻ കാണുന്ന വചനത്തെയാ. ഹല്ലേലൂയ. ഏത് പോരാട്ടം ഉള്ളിടത്തും വചനം പ്രസംഗിച്ചാൽ പോരാട്ടം അടിയും. ഹല്ലേലൂയ. കാരണം വചനം ശക്തിയോട്, വചനം പ്രസംഗിച്ചാൽ, വചനം വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ അകത്തൊരു ജീവൻ വ്യാപരിക്കും. ഇനി നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. അവൻ വളരെ ശ്രദ്ധിക്കണം മോളെ. അവൻ ആ ചുവപ്പ് ചുരിദാറിട്ട സിസ്റ്ററോട് വളരെ ആഴമായി കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്ത് ഒരു കൂട്ട വിടുതൽ നടക്കാൻ പോകുകയാണ്. അവൻ എന്നോട് പരിശുദ്ധാത്മാവ് ആഴമായി പറയാൻ പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് ചിലതിനെ കെട്ടഴിച്ച് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഈ ദിവസം പ്രാർത്ഥിച്ചോ മോളെ. അവൻ ചില രോഗശക്തികൾ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ദൈവം അഴിച്ചു മാറ്റുന്ന ഒരു രാത്രിയാണെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി ആലോചന പറയുന്നു. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാന് നമ്മുടെ ക്യാമ്പ് എന്നാ തുടങ്ങിയ ദാസനെ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ, കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച, കഴിഞ്ഞ മുമ്പ് വെള്ളിയാഴ്ച തുടങ്ങിയ പ്രസംഗമാണ്. ആമേ സ്തോത്രം. മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച രാവിലെ ഒരല്പം റെസ്റ്റ് കിട്ടി രാവിലെ. അതിനുശേഷം പിന്നെയും വൈകിട്ട് മീറ്റിംഗ്. അപ്പൊ കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച തുടങ്ങിയ പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും തീർന്നിട്ടില്ല. സ്തോത്രം. ആമേൻ. ഇനി ഇത് തീരുന്നത് അടുത്ത തിങ്കളാഴ്ചയാ. ഹല്ലേലൂയ. ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ പ്രസംഗിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോ ഞാൻ ആഹാരത്തിന്റെ ബലം കൊണ്ടല്ല നിൽക്കുന്നത്, വചനത്തിന്റെ ബലം കൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ആ വാക്യം ഒന്നിട്ട് മോനെ, യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. who had believed our report അല്ലേ? മലയാള വേദപുസ്തകത്തിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു എന്നാണെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. ഒരാമേൻ പറയാമോ? അല്ലേ? ആവർത്തനം 28:1 പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അത് നീ അനുസരിച്ചാൽ, ഈ വചനത്തിൽ പറയുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചാൽ ഇതിലെ സകല അനുഗ്രഹവും നിന്റെ മേൽ ശ്രദ്ധിക്കും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. നീ വാലല്ല, നീ തലയായി വരും. അവൻ ശത്രു ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി തിരിഞ്ഞോടിപ്പോകും. നിന്റെ കന്നുകാലിയുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടി
അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നതിലെല്ലാത്തിലും യഹോവ നിനക്ക് നന്മ തരും. ഒരാമേൻ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. ഒരു സ്വതന്ത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, 24 മണിക്കൂറിൽ നാം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന 3 റിപ്പോർട്ടുണ്ട്. 1 മനുഷ്യന്റെ റിപ്പോർട്ട്, 2 പിശാചിന്റെ റിപ്പോർട്ട്, 3 ദൈവത്തിന്റെ റിപ്പോർട്ട്. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ഉറങ്ങാത്ത സമയമെല്ലാം, ഉണർന്നിരിക്കുന്ന സമയമെല്ലാം നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്ന 3 തരത്തിലെ റിപ്പോർട്ടുണ്ട്. 1 മനുഷ്യന്റെ റിപ്പോർട്ടാണ്, 1 സാത്താന്റെ റിപ്പോർട്ടാണ്, മറ്റൊന്ന് ദൈവത്തിന്റെ റിപ്പോർട്ടാണ്. ഒന്ന് പറയാൻ പറ്റുമോ? 1, 2, 3 ദൈവത്തിന്റെ. 24 മണിക്കൂർ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നത് ഈ റിപ്പോർട്ടാണ്. മനുഷ്യന്റെ റിപ്പോർട്ട്, പിശാചിന്റെ റിപ്പോർട്ട്, ദൈവത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ 3 റിപ്പോർട്ടിന്റെ പ്രത്യേകത കൂടി ഒന്ന് പറയാം. മനുഷ്യന്റെ റിപ്പോർട്ട് നിങ്ങളെ വിശ്വാസത്തെയും നിങ്ങളുടെ പ്രത്യാശയെയും ഇല്ലാതെയാക്കും. പിശാചിന്റെ റിപ്പോർട്ട് നിങ്ങളുടെ ഡിപ്രഷനിലേക്കും നിങ്ങളുടെ ജീവിതത്തെ താഴ്ചയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ റിപ്പോർട്ട് എത്ര പടുകുഴി കിടന്നാലും അതിനകത്തുനിന്ന് നിങ്ങളെ വലിച്ചു പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ ഈ റിപ്പോർട്ട് വിശ്വസ്തമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾ കേൾക്കുന്നത് മനുഷ്യന്റെ റിപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. നിങ്ങൾ കേൾക്കുന്നത് പിശാചിന്റെ റിപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ ടയേർഡായി പോകും. എന്നാൽ ഇന്ന് പകൽ കേൾക്കേണ്ടത് മനുഷ്യന്റെ റിപ്പോർട്ടല്ല, പിശാചിന്റെ റിപ്പോർട്ടല്ല, ദൈവത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരിക്കല് എന്റെ ഈ കൈക്ക് ഭയങ്കര ഷിവറിംഗ് ആയി. സ്തോത്രം. എനിക്ക് വെള്ളം കുടിക്കാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ എടുത്താൽ കൈ ഇങ്ങനെ ഷിവർ ചെയ്യും. അപ്പൊ ചർച്ചിലെ ലീഡേഴ്സ് പറഞ്ഞു, പാസ് ഇത് വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല, ഹോസ്പിറ്റലിൽ പോകണം. അവിടെ നിർബന്ധത്താൽ ഞാൻ കൊച്ചിൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു ന്യൂറോ സർജനെ കണ്ടു. പുള്ളി എന്നോട് ചോദിച്ച, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ അപ്പനും അമ്മയും ഉണ്ട്. എത്ര സഹോദരന്മാരുണ്ട്? ഞാൻ 8 ചേട്ടന്മാരും 2 ചേച്ചിമാരും ഉണ്ട്. സ്തോത്രം. ഓ, ഇത്രയും പേരുണ്ട്. ഞാൻ ഇത്രയും പേരുണ്ട്. അടുത്ത ചോദ്യം, അപ്പന്റെ കൈ ഷിവർ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇല്ല. അമ്മക്ക് ഷിവറിംഗ് ഉണ്ടോ? ഇല്ല. ചേട്ടന്മാർക്ക് ഷിവറിംഗ് ഉണ്ടോ? ഇല്ല. ഉടനെ ഡോക്ടർ എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഷിവറിംഗ് നിങ്ങളിൽ ആരംഭിക്കുന്നു. ഒരു മടിയും കൂടാതെ അവൻ ന്യൂറോ സർജൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഈ രോഗം നിങ്ങളിൽ ആരംഭിക്കുന്നു. അവൻ അയാള് കുറെ മരുന്നൊക്കെ തന്നു. അവൻ എക്സസൈസ് പറഞ്ഞു. എഴുന്നേറ്റ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ബിജു ശ്രദ്ധിക്കണം കേട്ടോ, ഈ കൈയുടെ വേദന കാലിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് വരെ കൈക്ക് വേദന ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിറങ്ങിയപ്പോ കാലിനും വേദനയായി. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ വന്ന ലീഡേഴ്സ് മറ്റേ വണ്ടി പോയി. ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാറിനകത്ത് വീട്ടിലോട്ട് പോകുമ്പോൾ എന്റെ ഫ്രണ്ട് സീറ്റിൽ ഇതാ ഒരുത്തൻ ഇരിക്കുന്നു. അവൻ എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഡോക്ടർ എന്നാ പറഞ്ഞത്? അവൻ കൈയുടെ വേദന കാലിലോട്ട് വരും. അവൻ എന്നോട് പറഞ്ഞു, സോറി ബിജു, ഞാൻ നിന്നോട് പറയുന്നത് ഒരു സൈഡ് പാരലൈസ് ആയി പോകും. എന്റെ പ്രത്യാശ പോയി, എന്റെ വിശ്വാസം പോയി, എന്റെ മുഖം വാടാൻ തുടങ്ങി, എന്റെ ഹൃദയം പിടക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോ വൈഫ് എന്നോട് ചോദിച്ചു, ഡോക്ടറെ കണ്ടോ? ഞാൻ കണ്ടു. എന്ത് പറഞ്ഞു? ശ്രദ്ധിക്കാൻ പറഞ്ഞു, വേദന താഴ്ത്തോട്ട് വരും. പിന്നെ എന്നാ ആ മരുന്നെല്ലാം തന്നു. പിന്നെ എന്തിനു മുഖം പാടുന്നേ? അതല്ലടി, വരുന്ന വഴിക്ക് വണ്ടിക്കകത്തിരുന്ന് ഒരുത്തം പറഞ്ഞു, ഒരു സൈഡ് പാരലൈസ് ആവും. പുള്ളിക്കാരന് പറഞ്ഞു, ഒന്ന് ചുമ്മാ ഇരി എന്ന് പറഞ്ഞ് കിച്ചണിലോട്ട് പോയി ചായ എടുക്കാൻ. എന്റെ ഉള്ളു മുഴുവൻ നിരാശയായി. അതുവരെ നിറഞ്ഞിരുന്ന വിശ്വാസവും പ്രത്യാശയും എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ. ആ ഡോക്ടർ പറഞ്ഞതിനകത്ത് എന്തൊരു കാര്യമുണ്ട്. അയാൾ പഠിച്ചൊരു മനുഷ്യനല്ലേ, ഡിഗ്രിയുള്ള മനുഷ്യനല്ലേ, ചുമ്മാ പറയത്തില്ലല്ലോ. അത് പറഞ്ഞു താഴ്ത്തോട്ട് വരുമെന്നാണെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. പിശാച് പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ മുഴങ്ങാൻ തുടങ്ങി. ഒരു വചനം പോലും ഹൃദയത്തിൽ ഉടക്കുന്നില്ല. ഞാൻ ആ വീട്ടിലകത്തിരുന്ന് പവർ വിഷൻ ചാനൽ ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KC ജോൺ ദൈവവചനം പ്രസംഗിക്കുന്ന മെസ്സേജ് ആണെന്ന് അറിയാമോ? 103-ാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ പറ, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും എന്ത് ചെയ്യരുത്. അടുത്ത വാക്യം, അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും. ഇത് വായിച്ചതും ചാടി എഴുന്നേറ്റ്
എഴുന്നേറ്റ് ഞാൻ കൈ കുടഞ്ഞിട്ട് പറഞ്ഞു, ആദ്യം കേട്ട 2 റിപ്പോർട്ടും ഞാൻ റിജക്ട് ചെയ്യുന്നു, ദൈവത്തിന്റെ റിപ്പോർട്ട് ഞാൻ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യം കേട്ട 2 റിപ്പോർട്ടും ഞാൻ റിജക്ട് ചെയ്യുന്നു, ദൈവത്തിന്റെ റിപ്പോർട്ട് ഞാൻ റിസീവ് ചെയ്യുന്നു. അന്ന് ഷിവറിങ് നിന്നതാ, അന്ന് ഷിവറിങ് നിന്നതാ, പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് നോക്കി പറയുന്നു, മനുഷ്യന്റെ റിപ്പോർട്ട് ഇന്ന് പകൽ റിജക്ട് ചെയ്യുക, പിശാചിന്റെ റിപ്പോർട്ട് ഇന്ന് പകൽ റിജക്ട് ചെയ്യുക. എന്നിട്ട് ദൈവത്തിന്റെ റിപ്പോർട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വീകരിക്കുക. Sabalagadura, Rabalagagadalana, Halkanagadagadala, Retelere, Setelere, Hallelujah. Ribanaga, Setelere Gadala. Hallelujah. Amen. കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി വളരെ ശക്തമായി പറയുന്നു, ഇന്നലെ വരെ നിങ്ങളുടെ ചെവിയിൽ കേട്ട സകല റിപ്പോർട്ടും ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യും. അച്ഛാ, എന്റെ ചേട്ടൻ, 9ാമത്തെ ചേട്ടൻ പള്ളിയിലെ അച്ചമ്പട്ടം കഴിഞ്ഞതാ, ഇപ്പൊ പാസ്റ്റർ. അപ്പോ ഈ പ്രസംഗിക്കാൻ കൊതിയായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കും പ്രസംഗിക്കണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടാ എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, സ്കൂളിൽ പോകാത്ത നീ എങ്ങനെയാടാ പ്രസംഗിക്കുന്നേ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പ്രസംഗിക്കണ്ടേ? നീ പ്രസംഗിക്കണ്ട, പ്രാർത്ഥിച്ചാ മതി. സ്വന്തം പേര് പോലും ബി അയച്ചു എന്ന് എഴുതാൻ അറിയാത്ത നീ എന്തൊന്നെടുത്ത് പ്രസംഗിക്കാനാ? നിരാശയായി. ഉപദേശം എടുത്ത് തന്നു, ഭാഷ എടുത്ത്, ഭാഷ പറഞ്ഞു, എന്നോടാ വിഷയം? ഭാഷ എനിക്ക് പ്രസംഗിക്കണം. അത് നീ പ്രസംഗിക്ക്. അല്ല, ചേട്ടൻ പറഞ്ഞു ഒക്കത്തില്ലെന്ന്, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ, എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രസംഗിക്കും? ഭാഷ എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നടക്കും. നിന്റെ വായ അവൻ. അച്ഛാ, ഞാനൊരു കാര്യം ചെയ്തു. അവൻ എന്റെ കൂടെ പുറപ്പാ, അവൻ രക്തബന്ധമാ, കാര്യമൊക്കെ ശരിയാ. ചേട്ടൻ പറഞ്ഞത് റിജക്ട് ചെയ്തിട്ട് അവൻ ദൈവദാസൻ പറഞ്ഞത് ഞാൻ റിസീവ് ചെയ്തു. ഹല്ലേലൂയ. അന്ന് രാത്രി എന്റെ വീടിന്റെ തെങ്ങിൻതോപ്പിലേക്ക് ഞാൻ ഇറങ്ങി. തെങ്ങിൻതോപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ചേട്ടൻ പറഞ്ഞു പ്രസംഗിക്കാൻ ഒക്കത്തില്ലെന്ന്, എന്റെ ചേട്ടൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയത്തില്ലെന്ന്, പക്ഷെ എന്റെ ദൈവദാസൻ പറഞ്ഞു വാ തുറന്നാൽ നിറക്കാമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഒരു 15 മിനിറ്റ് വാ തുറന്നു പിടിച്ചു, ഒന്നും നടന്നില്ല. ആമേൻ. പിന്നെ എനിക്ക് തോന്നി പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി. അറിയാതെ ഞാൻ ഇങ്ങനെ കൈയടിച്ച് കൈകൊട്ടി അവൻ സ്വതന്ത്രം 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 പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേച്ചാ ഈ കാലിനടിയിൽ നിന്ന് തീ പിടിക്കാൻ തുടങ്ങി. കാലടിയിൽ നിന്ന് തീ പിടിക്കാൻ തുടങ്ങി. എന്റെ കാല് മുഴുവൻ ഇങ്ങനെ ചൂടായി കയറുന്ന പോലെ തോന്നി. പിന്നെ ഒറ്റ സെക്കൻഡ് നേരം എന്തോ ഒരു ഭയങ്കര ശക്തിയാൽ എന്നെ പൊക്കിയെടുത്ത മീറ്ററുകൾക്കപ്പുറം താഴെയിട്ടു. ആമേൻ. എന്റെ ശരീരം തീ പിടിച്ചു. എന്റെ നാവിലൂടെ ആദ്യമായി അന്യഭാഷ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ, ഈ മക്കളോടൊപ്പം ഞാൻ വണ്ടിക്ക് വന്നപ്പോൾ പ്രിയ മോളി ചോദിച്ചു, പാഷ എങ്ങനെയാ എൻകൗണ്ടർ ഉണ്ടായത്? ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ വിക്കനായിരുന്നു. ഞാൻ സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞ കാര്യം എന്നാന്നറിയോ? ഞാൻ വിക്കനാ. ഒരു വാക്ക് പറഞ്ഞാൽ 50-ലധികം പ്രാവശ്യം വിൽക്കും. അതുകൊണ്ടാ 2ാം ക്ലാസ് വരെ പോയിട്ട് പിന്നെ പോകാതെ മീൻ പിടിക്കാൻ പോയത്. ആമേൻ. ഹല്ലേലൂയ. അന്ന് രാത്രി അന്യഭാഷയുടെ അഭിഷേകം പ്രാപിച്ചപ്പോ എന്റെ വിക്ക് സൗഖ്യമായി. അന്ന് മുതൽ ഇന്ന് വരെ വിക്കിയിട്ടില്ല. ആരെങ്കിലും രോഗസൗഖ്യം ഇല്ലെന്ന് പറഞ്ഞാൽ അവന്റെ നടുവിലേക്ക് ചങ്ക് പൊളിച്ച് കാണിച്ചിട്ട് പറയും, ചുമ്മാ ഇരിയണോ, സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരാ പറഞ്ഞ സൗഖ്യം നടക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ വിടുതൽ നടക്കത്തില്ലെന്ന്? അത് അനുഭവിച്ചിട്ട് പറയുന്നു, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
മക്കളെ, ഇത് ശ്രദ്ധിച്ചു കേൾക്ക്, ഇത് ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങളുടെ നടുവിലെ PhD-കാരും MDകാരും അവൻ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ വന്ന് പ്രസംഗിച്ചു കാണും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഈ മത്സ്യത്തൊഴിലാളി പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഹല്ലേലൂയ. അന്ന് രാത്രി ദൈവാധനത്തെ തൊട്ടു. അച്ഛാ, ഒരൊറ്റ ദൂത് ആരും എന്നോട് പറയുന്നു ഓടിച്ചെന്ന് വേദപുസ്തകം വായിക്കാൻ. ഓടി വന്ന് വേദപുസ്തകം എടുത്തു. പുറപ്പാട് 3-ാം അധ്യായം കിട്ടി. പച്ചവെള്ളം വരെ വായിക്കാൻ തുടങ്ങി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കുന്നു? മനുഷ്യന്റെയോ? മനുഷ്യൻ നിന്നെ നോക്കി പറയും നീ ആയുസ് ഗുണപ്പെടത്തില്ല, ഇന്ന് രാത്രി പോട പിശാചെന്ന് പറ. മനുഷ്യൻ നിന്നെ നോക്കിക്കൊണ്ട് പറയും ഈ കോഴ്സ് നീ പൂർത്തിയാക്കത്തില്ല, നീ ഇവിടെ നിൽക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പറ, മനുഷ്യന്റെ റിപ്പോർട്ട്, പിശാചിന്റെ റിപ്പോർട്ട് ഇന്ന് രാത്രി വേളയിൽ ഞാൻ റിജക്ട് ചെയ്യുന്നു. Hallelujah. Hallelujah. Amen. Amen. മോനെ, നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ ഒരു പാട്ട് പാടി. നല്ലതേ, അയ്യോ അതൊക്കെ വൈറലായി. ആമേൻ. അതാ രണ്ടും പിള്ളേരെടുത്ത് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ട് ഭയങ്കര. ഇന്നലെ എന്നെ കുവൈറ്റിൽ നിന്ന് ഒരാൻറ്റി വിളിക്കുന്നു, യാക്കോബൊക്കെ അറിയാം. ആമേൻ. ആന്റിനെ വിളിച്ചിട്ട് പോയി, ഞാൻ നല്ലതേ പാടിയ പാസ്റ്ററല്ലേ? ഞാൻ അതെ. പാസ്റ്റർ ഇപ്പൊ എവിടെയാ? പാസ്റ്റർ എന്ന് വിളിക്കാൻ അറിയില്ല, പാച്ചറേതാ വിളിക്കുന്നത്. എവിടെയാ ഇപ്പൊ? ഞാൻ പറഞ്ഞു ആമേ കാനഡയില്ല. അയ്യോ ആ പാട്ട് കേട്ടു, അതിനകത്തൊരു ജീവൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എടുത്തിട്ട് അവൻ ഭാഷയുടെ അകത്ത് പറയുന്ന വാക്യൊക്കെ എടുത്തിട്ട് അവൻ തപ്പി 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 കൊച്ചിയിൽ ഒരാളെ വിളിച്ചാ നമ്പർ എടുത്തത്. ഒരു അല്ലെന്ന് പറഞ്ഞ് നമ്മൾ പാടി എന്താ? നല്ലതേ വരത്തുള്ളൂ, അല്ലേ? നമ്മളെ വാഗുണ്ട് എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുമെന്ന ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചരിത്രമാകും ഇന്ന് രാത്രി. നിങ്ങൾ റെഡിയായിക്കോ, റെഡിയായിക്കോ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ചരിത്രമാകാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. പിശാചിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യരുത്? വീടിന് തറക്കല്ലിട്ടു. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 3000. ഇതൊന്നും തീർക്കത്തില്ലെന്ന്. പോടാ പിശാച്, ഞങ്ങൾ പണിയും ഒരല്ലോ. ആവേ, നിന്റെ കുഞ്ഞിന്റെ കാര്യം പോക്കാന്ന് ആരാ പറഞ്ഞേ? നീ പോ, അത് നടക്കും. ആമേ. ആരാ പറഞ്ഞ ഈ ദേശത്തെ ദൈവസഭ പണിയത്തില്ലെന്ന്? ഞാൻ യേശുനാഥ് സ്ഥലവും മേടിക്കും, സഭയും പണിയും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ആമേൻ വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പോയി പണിയും. ഹല്ലേലൂയ. ഈ ദേശത്തെ സ്ഥലവും മേടിക്കും, ചർച്ചും പണിയും. ഒരു ആമേൻ പറ. അത് ദൈവം ചെയ്യും, ദൈവം ചെയ്യും. ദൈവത്തിന് എന്താ കഴിയാത്ത? നിങ്ങൾ ചുമ്മാ ആമേൻ പറയരുത്, നല്ല ആമേൻ പറയണം. ആമേൻ. ഫോർട്ട് കൊച്ചിയില് 1 സെന്റ് സ്ഥലത്തിന് 10-27 ലക്ഷം രൂപയാ. ആമേൻ. ഡേവിഡ് ഇവിടെ ഉണ്ട്, തൊട്ടടുത്താ. ഭയങ്കര വലിയ ഫോർട്ട് കൊച്ചി. എനിക്കാണ് സ്ഥലം മേടിക്കാൻ കാശുമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാൻ വാടക താമസിക്കുന്നത് 5000 രൂപയ്ക്കാ. 5000 രൂപ വാടക കൊടുക്കാൻ ഇല്ലാതെ ഞാൻ കറങ്ങി അടയ്ക്കാം. പിന്നെ എങ്ങനെയാ സ്ഥലം മേടിക്കുന്നത്? അപ്പോഴാണ് ഒരു പുള്ളി എന്നോട് പറയുന്നത്, അച്ഛോ അച്ഛൻ ആരാധിക്കാൻ സ്ഥലം വേണോ? ഒരല്ലോ. ഞാൻ പിന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ ആരാധിക്കുക. അച്ഛൻ അച്ഛന് സ്ഥലം തരാം. ഒരു ഗോഡൗൺ ഉണ്ട്, 15 സെന്റ് സ്ഥലത്താ നിൽക്കുന്നത്. അച്ഛന് കയറി അങ്ങ് ആരാധിച്ചു. ഒരു അടിപൊളി ഗോഡൗൺ, സ്വതന്ത്രം. അങ്ങനെ 3 മാസത്തേക്ക് ആദ്യം തന്നു, പിന്നെ 3 മാസം കൂടി തന്നു, പിന്നെയും കൂടി അങ്ങനെ 9 മാസം തന്നു ഫ്രീ ആയിട്ട്. ഞങ്ങളെല്ലാം കൂടി കയറി റിതം പേടും എല്ലാം കൂടി കൊണ്ട് ചാടിച്ച് പൊളിച്ച് ആരാധിക്കാൻ തുടങ്ങി. കിട്ടിയ അവസരം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാ നമുക്ക് സ്ഥലം കിട്ടിയ. തകർത്ത രാത്രിയും പകലും ഒക്കെ അന്യഭാഷയെ ഓൺലൈറ്റ് ഒക്കെ വെച്ചു. 9 മാസം. 9 മാസമായപ്പോ ഞാൻ ഇക്ക അടുത്ത് ചെന്നു. ഇക്ക പറഞ്ഞ 9 മാസം നാളെ തീരുകയാ, ഞാൻ മാറിയേക്കാം. സ്വതന്ത്രം. വിശ്വാസം. ഞങ്ങൾ പെന്തക്കോസുകാരാ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. സ്വതന്ത്രം. ഞാൻ നാളെ തീരും, അടുത്ത ദിവസം ഞങ്ങൾ മാറ്റിക്കോളാം. ഇക്ക പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. ഒരു സുലൈമാന് തന്നു. സുലൈമാന് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ മാറാന്നല്ലേ പറഞ്ഞേ? മാറണ്ട. എന്ത് ചെയ്യണ്ട?
മാറണ്ട. ഞാൻ ചെന്നാറ്റി കഴിഞ്ഞ ദിവസേ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എന്നെ മുറിക്കാത്ത കയറിയപ്പോ നിന്റെ ഈശാ നബി എന്നോട് പറഞ്ഞ് ഇത് പള്ളിക്ക് തരാൻ. എന്തൊരു അസൂയാണ് ഈ ആളുകൾ. ഇത്ര അസൂയുള്ള ആളുകളെ എന്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. എടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഒരു അല്ലലിയോ പോലും പറയുന്നില്ല. അവൻ പുള്ളി എന്നോട് പറഞ്ഞു, എടാ നിന്റെ ഈസാ നബി എന്നോട് പറഞ്ഞു ഈ സ്ഥലം നിനക്ക് തരാൻ. എൻ്റെ കൂടെ കോട്ടയത്തെ ഷാജൻ പാഷുണ്ട്, എൻ്റെ അടുത്തിരിക്കുക. ഞാൻ ഷാജനോട് പറഞ്ഞു, എടാ ഒന്ന് അടിച്ചടാ. ഞാൻ പതിക്കല്ലടാ, മുറുക്കിയടിയടാ. കാരണം ഞാൻ ജീവനോടെയാണോ ഇരിക്കുന്നതെന്ന് അറിയാനാ. എടാ ഈ ഇക്കാക്ക് വട്ടായി പോയടാ അല്ലേ. 15 സെന്റ് സ്ഥലം ഒന്ന് കൂട്ടി നോക്ക് മക്കളെ, 25 ലക്ഷം രൂപ വെച്ചൊന്ന് കൂട്ടി നോക്ക്. എടാ ഇയാൾക്ക് വട്ടായി പോയടാ. സ്വതന്ത്രം അതെഴുതി കയ്യിൽ തന്നു. ബാക്കിൽ ഒരു 5 സെന്റ് കിടപ്പുണ്ട്, അത് പുള്ളിയുടെ മോളുടെയാ. മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബാപ്പാനെ നിങ്ങൾ ഏതോ ഭാഷ പറഞ്ഞ് പറ്റിച്ച് സ്ഥലം മേടിച്ചു. ഞാനൊരു ഭാഷയും പറഞ്ഞില്ല, പുള്ളിക്ക് തോന്നി, എനിക്ക് തന്നു. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ് എൻ്റെ ഒരു 5 സെന്റ് പുറകെ കിടപ്പുണ്ട്, എന്നെ കൊന്നാലും ഞാൻ തരത്തില്ല. ഒരല്ലെന്ന് പറഞ്ഞു. എല്ലാ വെളുപ്പിനും അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഞാൻ അന്യഭാഷ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടുത്തെ മതിലെ പോയി, അന്യന്റെ വസ്തുക്കൾ മോഹിക്കണമെന്ന് പറഞ്ഞേക്കരുത്. ആ മതിലെ പോയി ഞാൻ ഇങ്ങനെ അന്യഭാഷ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ട് പറഞ്ഞു, ആ സ്ഥലം ഞാൻ മേടിച്ചായിരുന്നു. ഞാൻ നല്ല കാര്യം. അതല്ല, അത് മേടിച്ചെന്നോട്ട് എൻ്റെ ഉറക്കം പോയി. എൻ്റെ പള്ളിയിലെ മൊയിലാര് പറഞ്ഞു, ഇത് പള്ളിയുടെ സ്ഥലം, പള്ളിക്കൂടത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും കൂടി കിട്ടി. ഒരല്ലെന്ന് പറഞ്ഞു. അച്ഛാ, ഒരു സ്വപ്നം കണ്ണ് തുറക്കുന്നതിന് മുമ്പേ കോടികളുടെ സ്വത്ത്. പിന്നെ അസൂയ കയറി. അതിനകത്താ ഇത്രയും വലിയ ചർച്ചും. നിങ്ങൾക്ക് കേരളത്തിൽ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ ചർച്ച് പണിത് നമ്മളാ. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുത്തിയിരുന്ന നെഗറ്റീവ് പറയും, ഞാൻ പോസിറ്റീവ് പറയും. ഹല്ലേലൂയ. അതിലോട്ട് നമ്മൾ വരാൻ പോകുക. ഇന്ന് കൊണ്ട് നമ്മുടെ ആ തരം ഒന്ന് ബലപ്പെടാൻ പോകുക. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ വിശ്വസിച്ചിട്ട് നെഗറ്റീവ് പറയരുത്, വിശ്വാസം പറയണം. ഓക്കെ? എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസം പറയണം? ഒന്ന് വേഗത്തിലിടാമോ? യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ അവൻ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നത് അല്ലേ ഒരധികാരമാണ്. എന്നിങ്ങനെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നു? എനിക്കൊരു അധികാരം ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? മക്കളെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് നമുക്ക് എന്ത് തന്നു? അധികാരം. 2 കാര്യം നിങ്ങൾ എന്നെ മറന്നാലും മറക്കരുത്. ഇവിടെ അധികാരം, സ്വർഗത്തിൽ അവകാശം. ഇവിടെ ഇവിടെ അധികാരം, അവിടെ അവകാശവും ഇവിടെ അധികാരവും. എന്തിനാ ഇവിടെ അധികാരം തന്നത്? ഒറ്റ ദൂത് പറയാം, നമ്മുടെ വാഗ്ദത്തം മുഴുവൻ അവൻ പിടിച്ചു വെച്ചേക്കുക. നമ്മുടെ നന്മ മുഴുവൻ അവൻ പിടിച്ചു വെച്ചേക്കുക. അവൻ പിടിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരധികാരം വേണം. ഒരല്ലേലൂയ പറ അല്ലേ. ഞാൻ ഒരു കാര്യം കൂടി വേഗത്തിൽ പറഞ്ഞോട്ടെ. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് മന്ന എവിടം വരെ കൊടുത്തു? പറ, ഉറക്കെ പറ. കനാനിൽ കാല് കുത്തിയപ്പോൾ മന്ന എന്ത് ചെയ്തു? എന്താ അതിന്റെ മർമ്മം? കനാനിൽ കാല് കുത്തിയപ്പോൾ മന്ന നിന്നു. തമ്പുരാൻ പറഞ്ഞു, ദാണ്ട് കിടക്കുന്ന ശത്രുവിന്റെ വയൽ വേണമെങ്കിൽ യുദ്ധം ചെയ്ത് കഴിച്ചോ. മനസ്സിലായോ? മരുഭൂമി വെച്ച് മന്ന പെയ്യും, തിന്നും, ഇറച്ചി കഴിക്കും. പക്ഷെ കനാനിൽ കാല് കുത്തിയപ്പോ തമ്പുരാൻ പറഞ്ഞു, ഇനി ഞാൻ മന്ന തരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ദാണ്ട് കിടക്കുന്ന ശത്രുവിന്റെ വയൽ വേണമെങ്കിൽ യുദ്ധം ചെയ്ത് പിടിച്ചോ. പുതിയ നിയമ ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മുടെ നന്മ മുഴുവൻ യുദ്ധം ചെയ്ത് പിടിക്കണം. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. ആരെങ്കിലും ഉപദേശം എടുത്ത് വന്ന് വഴക്കുണ്ടാക്കരുത്. എനിക്കെന്താ കിട്ടാത്തത്? നീ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിനക്കത് കിട്ടും. രാമൻ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് തരും അല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, സ്വർഗരാജ്യം ബലാത്കാരം ചെയ്ത് ആര് പിടിക്കുന്നു?
ബലാത്കാരികൾ. അവൻ നിങ്ങളുടെ നന്മ അവൻ വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. പിടിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പവർ, ഒരു അധികാരം വേണം. അപ്പോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? എവിടെ? അച്ഛാ, ഇവിടെ ഒരു അധികാരം കിട്ടി. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഈ അധികാരം എവിടെയാ കിട്ടിയത്? ഈ നേവി പോലീസിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? അവിടെ യൂണിഫോം കണ്ടാൽ അറിയാം ഇത് നേവി പോലീസുകാരാ, അല്ലെ? മിലിറ്ററിക്കാരെ കണ്ടാൽ എങ്ങനെ അറിയാം? അവിടെ യൂണിഫോം കണ്ടറിയാം. കേരള പോലീസിനെ കണ്ടാൽ എങ്ങനെ അറിയാം? അവിടെ യൂണിഫോം കണ്ടറിയാം. അപ്പൊ അവരുടെ എല്ലാം അതോറിറ്റി അവിടെ യൂണിഫോമില്ല. ഒരു ദൈവ പൈതലിന്റെ അധികാരം യൂണിഫോമിലല്ല, നാക്കില. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദൈവ പൈതലിന്റെ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അധികാരം ദൈവം വെച്ചിരിക്കുന്നത് കാലിലല്ല, കയ്യിലല്ല, ശരീരത്തിലല്ല, നാവിന്മേല വെച്ചിരിക്കുന്നത്. അതെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ അധികാരം വെച്ചിരിക്കുന്നത് നിന്റെ നാവിന്റെ മേലാണ്. ഈ അധികാരം വെച്ചുകൊണ്ട് ഇനി കരയരുത്. ഈ അധികാരം വെച്ചുകൊണ്ട് ഇനി ആരുടെ മുമ്പിൽ യാചിക്കരുത്. ഈ അധികാരം വെച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ പോയി മുട്ടുമടക്കരുത്. ഇന്ന് രാത്രി ആരാധിച്ചെടുക്കണം. അവൻ ധൈര്യത്തോടെ പിടിക്കണം, വിശ്വാസത്തോടെ പിടിക്കണം. ദൈവം നിനക്ക് തന്ന അധികാരം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കണം. ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നു? അധികാരം. ദൈവമക്കളെ, ഞാൻ നിങ്ങളെ വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടൊരു സംഭവം ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയോ? നിങ്ങൾ സാധാരണക്കാരല്ല. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങൾ ആരല്ല? സാധാരണക്കാർ. നിങ്ങളുടെ വാക്കിന്റെ ശക്തി എന്തെന്ന് ഞാൻ ഇന്ന് തെളിയിക്കട്ടെ. അച്ഛാ, ഞാൻ ഹിസ്റ്ററിയും പഠിച്ചിട്ടില്ല, ബയോളജിയും പഠിച്ചിട്ടില്ല, ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗഹനമായിട്ടുള്ള പഠനമൊന്നും അറിയത്തില്ല. ഈ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ദൂരമൊന്നും എനിക്കറിയത്തില്ല. എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, ചന്ദ്രൻ എത്രയുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കോടാനുകോടി ദൂരമുണ്ട്. എവിടെ? സ്വർഗത്തിൽ. നമ്മുടെ അപ്പൻ ഇരിക്കുന്നിടത്ത്. ആണോ? ആണ്. അത്രയും ദൂരത്തിരിക്കുന്ന തമ്പുരാന്റെ അടുത്തൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് പേര് ജീവന്റെ പുസ്തകം എന്നാ. ഇവിടെ ഇരുന്ന് ഒരുത്തൻ നെഞ്ചിലോട്ട് കൈവച്ച് യേശുവിനെ കർത്താവെന്ന് ഈ വാഗുകൊണ്ട് പറയുമ്പോൾ അവിടത്തെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ നിന്റെ വാക്കിന്റെ ശക്തി എന്താ? മനസ്സിലായോ? ഇവിടെ ഇരുന്ന് ഒരൊറ്റ വാക്ക് പറയുമ്പോ കോടാനുകോടി കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന പുസ്തകത്തിനകത്ത് നിന്റെ പേരെഴുതണമെങ്കിൽ അത് സംഭവിക്കത്തില്ല. ദൈവ പൈതലേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നിങ്ങളുടെ നാവും അവൻ സ്വർഗം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് യേശു മത്തായി പറഞ്ഞത് 16 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ. കാരണം നിങ്ങളുടെ വാക്ക് പറഞ്ഞപ്പോൾ അവിടെ പേരെഴുതിയെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അത് സംഭവിക്കും. ഇന്ന് രാത്രി ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പട്ടണത്തിൽ, അന്തരീക്ഷത്തിൽ ആത്മാക്കളെ തടുന്ന ദുരാത്മാക്കളെ ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടാതെ വണ്ണോ, ജനം രക്ഷിക്കപ്പെടാതെ വണ്ണോ, ജനം പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ദൈവശക്തി, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി തുറക്കപ്പെടാൻ ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു. ഈ ക്ലൈമറ്റിനെ ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നു. നാം കെട്ടിയാൽ, അഭിഷിക്തനെ, നാം കെട്ടിയാൽ അവൻ സ്വർഗം കെട്ടും. നാം അഴിച്ചാൽ സ്വർഗം അഴിക്കും. അങ്ങനെയാണ് ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പ് പറ, ഈ ക്ലൈമറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടാവട്ടെ.
എന്ന് വെച്ചാൽ ആത്മാക്കളെ തടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവകൃപയുടെ വ്യാപാരം ഈ പട്ടണത്തിൽ ചലിക്കട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ, യൗവനക്കാർ വിടുവിക്കപ്പെടട്ടെ, അധികാരം വെളിപ്പെടട്ടെ. പൈശാച മണ്ഡലങ്ങൾ, ദുർഭൂതങ്ങൾ ഇന്ന് രാത്രി ഇളകട്ടെ. Hallelujah. Sabala gadaga tu da bana halkana rasa thala 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 retelesa tela ribini kathala thala ti atmavida ti the fire. Hallelujah. Amen. Amen. മക്കളെ, പുറകിലിരിക്കുന്ന യൗവനക്കാരോടും ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ ഒരു മനസ്സ് തുറന്ന് ഒരു കാര്യം പറയാൻ പോകുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക. കർത്താവിൻ്റെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ മൂലക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു യൗവനക്കാരൻ മരിക്കാൻ കിടക്കുക. ക്യാൻസർ വന്ന് ഡോക്ടർ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ മരിക്കും. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്നാ ചെയ്തെന്നറിയാമോ? നേരെ ചെന്നിട്ട് ആ ബാലന്റെ കൈവച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വാള എന്റെ കൂടെ മിഷണറിക്ക്. അവനങ്ങ് എഴുന്നേറ്റ് പോയി. സ്മിത്ത് വിഗിൾസ്വർത്ത് അവന്റെ തലയിലോട്ട് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പോക്കോ എവിടെ എന്ന് വെച്ചാ. അവൻ നേരെ ആഫ്രിക്കക്ക് പോയി. നിങ്ങൾ കേട്ടോണ്ട ലെസ്റ്റർ സമ്രാൻ. എന്റെ മോന് പേരിട്ടത് ആ പേരാ, ലെസ്റ്റർ എന്ന്. എന്റെ അകത്തത് കത്തിയതുകൊണ്ട് അവന് പേരിട്ടെ. ഇവൻ നേരെ ആഫ്രിക്കയിൽ ചെന്ന് സുവിശേഷം പറയാൻ ചെന്നപ്പോ ഈ വഴിയിൽ മൊത്തം ഇരുന്ന് മനുഷ്യന്റെ തലയോട്ടി പച്ചക്കെടുത്തിട്ട് അതിനകത്ത് മന്ത്രവാദം ചെയ്ത് പെരുവഴിയിൽ മന്ത്രവാദം ചെയ്യുക ആഫ്രിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ്. ലെസ്റ്റർ ഇത് കണ്ടു. ഇവിടെ തെരുവിലിരുന്ന് മന്ത്രവാദം ചെയ്യുന്നു. ലെസ്റ്റർ ഒരു കാര്യം ചെയ്തു. ലെസ്റ്റർ പറഞ്ഞു, എന്റെ മേലൊരു അധികാരമുണ്ട്. മക്കളെ ശ്രദ്ധിക്കേ, ആ തെരുവിൽ നിന്നിട്ട് ഒറ്റ വാക്ക്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മന്ത്രവാദികളുടെ എല്ലാം ദുർഭൂതം കൂട്ടമായിട്ട് ഇളകാൻ തുടങ്ങി. ഇളക മാത്രമല്ല, മന്ത്രവാദികളെല്ലാം നിലത്ത് വീട് എഴയാൻ തുടങ്ങി. ഒരുപാട് വാക്കല്ല, ഒറ്റ വാക്ക്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ദുർഭൂതങ്ങളുടെ മേൽ ഒരധികാരം ദൈവം കൈമാറാൻ പോകുക. ഈ രാത്രി വിശ്വസിക്ക്. പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ആത്മാവിന്റെ അധികാരമേറ്റത് ഈ ദേശ ദുർഭൂതങ്ങൾ ഇളകി മാറിയേ പറ്റൂ. പൈശാചിക മണ്ഡലങ്ങൾ ഇളകിയേ പറ്റൂ. പ്രാപിച്ചോ. ഇന്ന് രാത്രി അധികാരം ഏറ്റെടുത്ത പൈതലേ, നീ നടന്നു പോകുമ്പോൾ ദുർഭൂതങ്ങൾ ഇന്ന് രാത്രി ഇളകുമാറ്. അൽക്കനക്കട്ടി കടകച്ചന ദുരക്കട്ടി കടകന്തല ഉടൽപൗടം ഭീമൽ കടകച്ചന നിബന്ധല ജനൽക്കടാതല ഉടബല കടകതല റിബല കടകതല ഉടബല ബലബല ഭൗഡബല ബലബല സതലതലതലര ലതലതലതലര റിഫഫഫദകതല റിദിലിസതലദ റികതലതലര റികതലതലദ റിപിനികതലതലദ. ദൈവശക്തി വ്യാപരിക്കട്ടെ, അധികാരം ഏറ്റെടുക്കട്ടെ. ആത്മാവിന്റെ അധികാരം ഈ ദൈവസഭ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. Riba
Yes, 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 yes. ഈ രാത്രി വേളയിൽ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ, ദുരാത്മ ശക്തികളുടെ മേൽ ഒരു അധികാരം ഈ സഭയുടെ മേൽ, യവനക്കാരുടെ മേൽ ഇന്ന് രാത്രി പകരുകയാണ്. Oh Jesus, 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 oh Jesus, Jesus, oh Jesus, oh diga 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 di baladi baladi balaba, kela 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 bibi bibi, oh nikanda kela 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 kela, uri bibi bari kachana kela kela. Oh, riba daga 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 di balaba balaba uda balaba uda ba riba balaba balaba daga 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 uda ba riba balaba uda ba daga 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 oh ribi 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 kacha daga daga oh halkana talabam tamadam talabam tamadam talabam tamada halkana talajum tamadam talabam tamada halkana talabam tamadam talajum tamadam talabam tamada halkana talajum tamadam talabam tamada kunam tamadi balabam tamadam talabam tamadam talabam tamadam kalabam kunam talabi tamadam talabam tamadam talabam tamada kunam talabam tamadam talabam tamadam tal ana tara ba 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 ori kalabam tamadam tori balaba ori gada 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 dal ori gada gada dal. Holy, 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 holy. Santere bene che te le Jesus. Hallelujah. ഞാന് എന്റെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകും. ടെസ്റ്റ് ചെയ്തോ? തമ്പുരാന് ഈ അഭിഷേകം നിങ്ങളുടെ മേൽ പകരും. ഞാന് ചർച്ചിലെ മക്കളെ, ചർച്ചില് ഈ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം അതായിരുന്നു. ഈ ഭൂതങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് എവിടെന്നെങ്കിലൊക്കെ പിടിച്ചോണ്ട് വരും, ഇരുന്ന് പുറത്താക്കും. ഞാനൊരു ദിവസം ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പുറകിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, എനിക്കും തരുമോ ഒരെണ്ണത്തെ പുറത്താക്കാൻ? ഞാൻ പറഞ്ഞ ഇത് ലോഡ് അൺലോഡിങ് ഇറക്കുന്ന പരിപാടിയൊന്നും അല്ല, ഇത് INTCക്കാർ CITക്കാരുടെ പരിപാടിയല്ല, കൃപ വേണം ഇത് ഇറക്കണമെങ്കിൽ. അപ്പൊ എന്നോട് ചോദിച്ചു, കൃപയുണ്ട് കിട്ടുമോ? കൃപയുണ്ടെങ്കിൽ പുറത്താക്കാം. ഇവൻ പിറ്റേ തിങ്കളാഴ്ച കൽപ്പണിക്കാരനാ, പണിയൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ ചർച്ചിവന്റെ താക്കോലും മേടിച്ചൊരു ഒറ്റ ഇരിപ്പ് 21.
ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപവാസം എല്ലാം കഴിഞ്ഞ് ഈ ചർച്ചിൽ ആരാധന നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോനേടാ നടുക്കൂടി നടന്ന് ആരാധിപ്പിക്കടാ. ഇവൻ ഈ ആരാധിപ്പിക്കാൻ ഇറങ്ങിയപ്പോ ഒരു ചേച്ചിക്ക് ഭൂതം ഇളകി. ഇവൻ അടുത്ത് എന്നോ പറഞ്ഞു, അടുത്തു വരല്ലേ, ഞാൻ പോയേക്കാം. അന്ന് ഈ ശുശ്രൂഷ വെളിപ്പെട്ടു. ഇന്ന് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, കേരളത്തിൽ അവനെ പോലെ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. മോനെ, ഇന്ന് ചർച്ചിൽ ആയിരങ്ങളാണ് ആരാധിക്കുന്നത്. കോട്ടയം ടൗണിൽ ഡെലിവറൻസ് ചർച്ചിന്റെ ഷാജൻ ജോർജ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എന്റെ പുറകിൽ തോണ്ടി എന്നോട് ചോദിച്ചു മേടിച്ചതാ. അവന്റെ മേൽ ഈ അധികാരം വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് ഈ കേരളത്തിൽ എവിടെ ഭൂതമുണ്ടോ വണ്ടി പിടിച്ചു കൊണ്ടുവരും, കുത്തിയിരുന്ന് പുറത്താക്കും. സഭ വളരാൻ തുടങ്ങി. വേറെ ഒരു ശുശ്രൂഷയല്ല, ഈ അധികാരം വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയാം, ഏത് ചർച്ചിലെങ്കിലും ഭൂതം ഇളകാൻ തുടങ്ങിയോ ഗ്യാരണ്ടി സഭ വളരും. ആമേൻ, ആമേൻ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ ഉറപ്പോടിരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ പിടിച്ച് അവന്റെ കോപ്പ് കവർന്ന് അവന്റെ ആയുധം പിടിച്ചു മേടിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ. അല്ലെ, ലൂക്കോസ് 11:20 വാക്യം. 11:20. ബലവാൻ വരണം അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ. ഈ ദേശത്ത് നിങ്ങൾ ഇത്രയും ബലപ്പെട്ടാൽ ഈ പട്ടണം എന്നേ വിടുവിക്കപ്പെടും. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. ലെസ്റ്റർ സമ്രാൻ അന്ന് ഈ ദുർഭൂതങ്ങളെ പുറത്താക്കി. താന് ആഫ്രിക്കയിൽ ഒരു കൊച്ചു ഹോട്ടൽ മുറി എടുത്തിട്ട് ആ ഹോട്ടൽ മുറി താമസിക്കുക. താനിങ്ങനെ കട്ടിലെ കിടക്കുമ്പോൾ ഈ ഭിത്തിക്ക് പകരം ഇങ്ങനെ വലിയ കാട്ടൻ കിടക്കുക. താനൊരു കാഴ്ച കണ്ടു. തന്റെ കട്ടിൽ ആരും സൈഡിൽ നിന്ന് പിടിച്ചു വലിച്ച് നടുക്കൊണ്ടു വന്നിട്ടു. ലെസ്റ്റർ ആ കട്ടിലെ കിടക്കുക. ഈ കിടക്കുന്ന ഈ കർട്ടൻ കാറ്റിന് വന്നിട്ട് പലക നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി, അനങ്ങുന്നില്ല. ആ മുറിക്കകത്ത് മുഴുവൻ ഇരുട്ട് വ്യാപരിച്ചു. ലെസ്റ്റർ സമ്രാൻ അനങ്ങിയില്ല. നിങ്ങൾ ആ ബുക്ക് വായിക്കണം. അനങ്ങിയില്ല. പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, എടാ ലൂസിഫറെ, എന്റെ മേലൊരു അധികാരമുണ്ട്. നീ പിടിച്ചു മാറ്റിയിട്ട കട്ടിൽ ഞാൻ തിരിച്ചിടത്തില്ല. വാടപ്പിശാചെ കൊണ്ടുവന്ന് തിരിച്ചിട്ടിട്ട് പോ. ആ കട്ടിൽ എവിടെയാണോ കിടന്നത് അവിടെ കൊണ്ടുപോയിട്ടു. കർട്ടൻ യഥാസ്ഥാനപ്പെട്ടു. ദുരാത്മാവ് വിട്ടുമാറി. അവിടെയാണ് റെയ്നാഡ് ബോങ്ക ചെന്ന് ലക്ഷങ്ങളെ സ്നാനപ്പെടുത്തിയത്. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഒരാള് മുന്നമേ കയറി അധികാരം ഉപയോഗിച്ചാൽ ഈ പട്ടണം വിടിവിക്കപ്പെടും. ആമേൻ. ഞാൻ പറയാം. അപ്പൊ നമ്മുടെ വിഷയം മാറിപ്പോകരുത്. നമ്മുടെ അധരങ്ങളുടെ മേലുന്നുണ്ട്. എല്ലാരും പറഞ്ഞേ, ഒരു 2-3 പേരോട് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, നിന്റെ നാവിൽ ഒരു അധികാരമുണ്ട് എന്ന് പറഞ്ഞേച്ചാ. അച്ഛൻ്റെ നാവിൽ എന്തുണ്ട്? ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരമുണ്ട്, ഒരധികാരമുണ്ട്. പിന്നെ മക്കളെ, എന്താ ഇന്ന് നടക്കാത്തതെന്നറിയോ? നമ്മളെല്ലാം ഈ റിപ്പോർട്ട് കേൾക്കുന്നതാ, പക്ഷെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് തെളിയിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം 2-ാമത്തെ സ്റ്റാൻസ്. ഫസ്റ്റ് വേണ്ട, 2-ാമത്തെ സ്റ്റാൻസ് മതി. എബ്രായ ലേഖനം 13:5 2-ാമത്തെ ലൈൻ വായിച്ചോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇനി അതിന്റെ അടുത്ത വാക്യം വായിച്ച മോനെ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ ധ്യാനിക്കാം, ചിന്തിക്കാം, വായിക്കാം. ആണോ? പിന്നെന്താ പറയാം. ഒന്ന് വന്നേ മോനെ, ഒന്ന് വന്നേ. ഒരു കാര്യം ഞാൻ നിങ്ങൾ മറക്കാതിരിപ്പാൻ എന്റെ കയ്യിലൊന്ന് പിടിച്ച മോനെ, എന്റെ കയ്യിൽ പിടിച്ചേ. ഇതാണ്ട്, ഇത് യേശു, ഇത് ഭക്തൻ. ഇതാരാ? പറ. ദൈവത്തെ സേവിക്കുന്ന ഭക്തൻ. ഇത് യേശു. യേശു എന്നോട് പറയാ, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇത് യേശു എന്നോട് പറഞ്ഞു. ഈ യേശു എന്നോട് പറഞ്ഞത് എന്റെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ അടുത്ത വാക്യം ഭക്തൻ പറയണം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട്
എന്ത് ചെയ്യും എന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. ധൈര്യത്തോടെ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ വചനം എന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സന്തോഷമാണോ? ദൈവത്തോട് പ്രതികരിക്കാത്ത ഒരൊറ്റ എണ്ണത്തെ ദൈവം ഉപയോഗിക്കത്തില്ല. അയ്യോ, ഇങ്ങോട്ട് വന്നിട്ട് തമ്പുരാൻ വന്നിട്ട് ഈ വായൊക്കെ അലർത്തി കൊച്ചു പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ നമ്മുടെ വായിലോട്ട് നിർബന്ധിച്ചൊന്നും തരത്തില്ല. പ്രതികരിക്കുന്നവനെ കിട്ടത്തുള്ളൂ. പ്രതികരിച്ചാ എന്ത് ചെയ്യും മക്കളെ? ദൈവത്തോട് പ്രതികരിച്ചാ കിട്ടും. ഇല്ല, മൈൻഡ് അത്തില്ല ദൈവം. ഞാൻ ഇച്ചിരി കടുംപെട്ട സ്വതന്ത്രം പറഞ്ഞു. നിങ്ങൾ അത് കണ്ടപ്പോഴേ മനസ്സിലായി എന്നല്ലേ? ഞാനിങ്ങനെ പുറകെയൊന്നും പോകത്തില്ല. ഞാൻ പുറകെയൊന്നും പറ്റില്ല. എടാ, രക്ഷിക്കപ്പെടടാ, സ്നാനപ്പെടടാ, വചനം എന്ത് കാര്യത്തിന്? ഹല്ലേലൂയ. എടോ ആമേൻ. മക്കളെ, ഒരു സെക്കൻഡിനകത്ത് 25 പേര് വെച്ച് ലോകത്തെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാലും ഒരാമേൻ പറ. ഒരു സെക്കൻഡിനകത്ത് 25 പേര് വെച്ച് ലോകത്ത് രക്ഷിക്കപ്പെടുക. അത്രയും പേര് ഒരു സെക്കൻഡിനകത്ത് 25 പേര് വെച്ച് രക്ഷിക്കപ്പെടുമ്പോ നമ്മൾ ഒരുവന്റെ പുറകെ നടന്ന് പ്രാർത്ഥനക്ക് വാടാ, ആരാധനക്ക്, എന്ത് കാര്യത്തിന്? അവന് വേണമെങ്കിൽ അവൻ വാ തുറക്കട്ടെ. പരിപാടി അതൊക്കെ പണ്ടായിരുന്നു. ഞാൻ ഒരു കാരണം വെച്ചാലും പുറകെ പോകത്തില്ല. ആമേ. പക്ഷെ ഇന്ന് രാത്രി ഒറ്റ ദൂത് പറയാ, പ്രതികരിക്കുന്നവനെ തമ്പുരാൻ കത്തിക്കും. ആര് പ്രതികരിക്കുന്നോ അവന്റെ കയ്യേക്കരു തമ്പുരാൻ തൊടും. ലക്ഷക്കണക്കിന് ആളുകൾ യെരുശലേമിന്റെ തെരുവിലുണ്ടായിട്ടും അവർ ഒന്നും കർത്താവ് തൊട്ടില്ല. പ്രതികരിച്ച ബർത്തലോമായിയാണ് യേശു തൊട്ടത്. അനേകർ കുരിശിന്റെ താഴേലും അവൻ കുരിശിന്റെ ചുറ്റും അല്ല, ഒരുത്തൻ കുരിശിലും കിടപ്പുണ്ട്. അവരുടെ ആരുടെയും കൈ തമ്പുരാൻ പിടിച്ചില്ല. പ്രതികരിച്ച ക്രൂശിലെ കള്ളന്റെ കൈയാ കർത്താവ് പിടിച്ചത്. പ്രതികരിക്കുന്നവനെ ഇന്ന് രാത്രി കത്തിക്കും ദൈവം, അല്ലേ? സ്വതന്ത്രം പറഞ്ഞേ മക്കളെ. മോളുടെ പേരെന്താ? എലീന. എലീനയുടെ അമ്മ താഴത്ത് കിച്ചണിൽ നിന്ന് വിളിക്കുക. മോള് പൊക്കത്ത് നിന്ന് റൂമിലാ. എലീനെ എലീനെ എന്ന് വിളിച്ചു. 10 പ്രാവശ്യം വിളിച്ചു. നീ മോളെ പതുക്കെ മോളെ ഇറങ്ങി വന്നിട്ട് അമ്മയുടെ ഇങ്ങനെ അടുത്ത് വന്ന് മുട്ടി നിന്നു. അമ്മ എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് ഉമ്മ തരുവോ? ആ സ്ഥാനത്ത് ഞാനാണ് അമ്മയാണെങ്കിൽ ഈ തല കൊണ്ട് ഭിത്തിയെ കൊണ്ട് 2 ഉരക്കൽ ഉരക്കും. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, അയ്യോ നിനക്ക് ചെവി? ഞാൻ വന്ന് നിന്നില്ലേ അമ്മ? നിനക്കൊന്ന് വാ തുറന്ന്. ഇതാ ഞങ്ങൾ നിങ്ങളോട് പറയുന്നേ. നിങ്ങൾ വന്ന് ചുമ്മാ ഈ ബെഞ്ച് നിറക്കണ്ട, ഒന്ന് വാ തുറന്ന് പ്രതികരിക്ക്. മനസ്സിലായോ? വിളിക്കുമ്പോ ഒന്ന് പ്രതികരിക്ക്. ദൈവത്തിന് ആരെയാ ഇഷ്ടം? പ്രതികരിക്കുന്നേ. ഇവര് ശമൂവേലെ പുള്ളി ഓടി ഏലിയെടുത്ത് ചെന്നു. അപ്പച്ചാ വിളിച്ചാ? ഇല്ല മോനെ. പിന്നെ അപ്പച്ചാ വിളിച്ചാ? ഇല്ല. ഉടനെ ഏലിക്ക് പിടുത്തം കിട്ടി. ഏലി പറഞ്ഞേ, ഇനി വിളിച്ചാൽ മോനെ ഇന്ന് പറഞ്ഞല്ലേ? മോൻ പറഞ്ഞു, ഇനി വിളിച്ചാൽ നീ എന്തെന്ന് പറയണം? അടിയൻ. അത് പറഞ്ഞപ്പോ തമ്പുരാൻ ഇടപെട്ടു. പ്രതികരിക്കുന്നത് വരെ. ആകയാൽ കർത്താവിനിക്ക് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ധൈര്യത്തോടെ എന്ത് ചെയ്യും? പറയും. ഞാന് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സമയത്തെ ഈ സ്തോത്രം, ഞാന് വീട്ടിനകത്തിരുന്ന് പറഞ്ഞേ, ഞാൻ ഇംഗ്ലീഷുകാരെ മുക്കും, സായിപ്പന്മാരെ മുക്കും. അപ്പോ എന്റെ ഭാര്യ മക്കളും പറഞ്ഞ്, അപ്പക്ക് വട്ടാണ്, അപ്പക്ക് ശരിക്കും വട്ടാണ്. ഞാൻ മുക്കൂന്ന് പറഞ്ഞ് ഞാൻ മുക്കി. ഓസ്ട്രേലിയ കോൺഫറൻസിന് പ്രസംഗിക്കാൻ പോയത് സായിപ്പന്മാരുടെ എടുക്കാം. വചനം പ്രസംഗത്തിനോടൊക്കെ അരുളപ്പാട് പറഞ്ഞു, ദൂത് പറഞ്ഞു. ദൂത് കേട്ട് ഇവന്മാരെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബാപ്റ്റിസം വേണം. എന്ത് പറഞ്ഞു അത് തമ്പുരാൻ ചെയ്യിപ്പിച്ചു.
ഞാൻ ചർച്ചിന് മുമ്പിൽ കിടക്കുന്ന 2.5 കിലോമീറ്റർ റോഡുണ്ട്, അവർക്കറിയാം. ഈ 2.5 കിലോമീറ്റർ റോഡിൽ കൂടി ഞാൻ നടക്കും. കൊച്ചിൻ കോർപ്പറേഷൻ്റെ റോഡാ. നടന്നിട്ട് ഞാൻ പറയും, ഈ റോഡിൻ്റെ പേര് മാറും, ഈ റോഡിൻ്റെ പേര് ചർച്ച് റോഡ് എന്നാകും. എൻ്റെ കൂടെ നടന്നവർ പറഞ്ഞു, പാസ്റ്റർ ശരിക്കും ഇത് കൊച്ചിൻ കോർപ്പറേഷനാ. ഞാൻ പറഞ്ഞു, കൊച്ചിൻ കോർപ്പറേഷനൊക്കെ വലിയവനാ എൻ്റെ ദൈവം. ഞാൻ ഒരു ദിവസം ചർച്ചിൽ ആരാധന നടക്കുന്ന സമയത്ത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, ഈ പള്ളിയിൽ അച്ഛനാരാ? ഞാൻ പറഞ്ഞു, ഞാനാ അച്ഛൻ. എന്നാ പറ്റി? ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ കൂടി ഒരു തീരുമാനം എടുത്ത് മേയറിന്റെ സാന്നിധ്യത്തിൽ ഈ റോഡിന്റെ പേരുമാറ്റം തീരുമാനിച്ചു. ഞാൻ വെച്ചാൽ എന്താ പേര്? ചർച്ച് റോഡ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. ഉണ്ടാച്ചാ ഏതെങ്കിലും ഒരു പെന്തക്കോസ്തി ചർച്ചിന്റെ പേര് മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. നമ്മുടെ പേര് പോയിട്ടേ ഉള്ളൂ, അല്ലേ? ആ സ്ഥാനത്ത് പേരുമാറ്റി റോഡിന്റെ പേര് ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. ഇവിടെ ഇരുന്ന് ഗൂഗിളിൽ കയറി അടിച്ചു നോക്കി, ഡെലിവൻസ് ചർച്ച് റോഡ് അടിച്ചാൽ ഇവിടെ നിന്ന് പോകാം. എന്താ കാര്യം? നമ്മുടെ അധികാരം വന്നേ, നമ്മുടെ അധികാരമാ. പറയുന്നത് സംഭവിക്കും. സദൃശവാക്യം 18:4, സദൃശവാക്യം 18:20, സദൃശവാക്യം 18:21, സദൃശവാക്യം 18:4 ആദ്യം വായിക്കണം. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള, വായിച്ച് വേഗം വായിച്ചേ. യെസ്, അടുത്തത് ആമേൻ ആമേൻ. അതിന്റെ 20ാമത്തെ വാക്യം 20. അടുത്തത് 21. മൂന്ന് വാക്യം ഞാൻ പറഞ്ഞു. സമയമില്ല. നിങ്ങൾ എനിക്കൊരു 2 മണിക്കൂർ കൂടി തന്നിരുന്നെങ്കിൽ എനിക്ക് വിശദമായിട്ട് പറയാമായിരുന്നു. സ്വതന്ത്രം ഒരു അല്ലെന്ന് പറഞ്ഞു. അപ്പോ ആദ്യത്തെ വാക്ക് പറഞ്ഞു, മനുഷ്യന്റെ വായിലെ വാക്ക് എന്നാ? ഡീപ്പാണ്. എല്ലാരും ഒന്ന് പറഞ്ഞേ. 2, മനുഷ്യന്റെ വായിലെ വാക്ക് ഉദരം നിറയും, അല്ലേ? ശരിയല്ല മോനെ? വായിലെ വാക്ക് നല്ലതാണെങ്കിൽ എന്തുണ്ടാവും? നാക്ക് നല്ലതല്ലെങ്കിൽ അടിമാറിയിട്ട് നേരമുണ്ടാവും. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അവന് കയ്യിലെ കാശ് കൊടുത്ത് ഇന്ന് വരെ ചായ കുടിച്ചിട്ടില്ല. ഇതുവരെ അവന്റെ കയ്യിലെ കാശ് കൊടുത്ത്, ഇവിടെയും ചിലരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവൻ ഇന്ന് വരെ കയ്യിലെ കാശ് കൊടുത്ത് എന്ത് ചെയ്തില്ല. അവന് ഞാൻ നോക്കുകയാണ്, ഇവന് പേഴ്സ് പോലും എടുക്കത്തില്ല, പേഴ്സ് കൊണ്ടുവരത്തില്ല, കാശ് പൊട്ടിക്കത്തില്ല. അപ്പം ഞാൻ കൂടിയിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ 12 പേരുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ന് തൊട്ട് നമ്മൾ ജോലിക്കാരും ചായ മേടിച്ച് കൊടുക്കത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും ചായ മേടിച്ചു കൊടുത്താൽ സത്യമായിട്ട് ഞാൻ ഇടിക്കും. ഒരു കണ്ണുകയിൽ ഞാൻ ഇടിക്കും, മേടിച്ചു കൊടുക്കുന്ന ഇടിക്കും. അപ്പൊ ഇവന്റെ പരിപാടി എന്താണെന്നറിയോ? ഇവൻ നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ വരും. അപ്പൊ ഞങ്ങളിങ്ങനെ കലിങ്ക കുത്തിയിരിക്കുക. ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ജോലി വന്നു. ഞാൻ പറഞ്ഞു, ജോലി വരുന്നുണ്ട്, ആരും ചായ മേടിച്ചു കൊടുക്കരുത്. ഞങ്ങളെല്ലാം ഗൗരവത്തിൽ ഇരുന്ന സമയത്ത് ഇവനും വന്ന് നടക്കിരുന്നു. നിങ്ങൾ ആരും എന്നാ മിണ്ടാത്ത? എന്ത് മിണ്ടാനാടാ, വെറുതെ ഇരിക്കുക. ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കണ്ണിലിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അളിയൻ, ഞാൻ കുറേ ദിവസം അളിയനെ ശ്രദ്ധിക്കുന്നു, അളിയൻ്റെ കണ്ണെന്തായി മഞ്ഞ കളറിലിരിക്കുന്നു. എൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല. ഇല്ല, ഇത് കണ്ട, കണ്ണിന് മഞ്ഞ കളർ കണ്ടു. അപ്പൊ അടുത്തിരുന്ന തങ്കച്ചൻ പറഞ്ഞു, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ കണ്ണിന് മഞ്ഞ കളർ. ഉടനെ എന്നോട്, എടാ യൂറിനൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, നല്ലതായിട്ട് പോകുന്നു. എടാ, കുറച്ച് പച്ചരി എടുത്തിട്ട് ഒന്ന് യൂറിനകത്ത് ഇട്ട് നോക്കണം, മഞ്ഞപ്പിത്തമുണ്ടെന്നറിയാമല്ലോ. എടാ, ശരീരത്തിന് ക്ഷീണമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എടി, എൻ്റെ പെറ്റ തള്ളക്ക് പോലും എന്നോട് സ്നേഹമില്ല. ഞാൻ ഒന്ന് ചോദിച്ചു, അളിയാ ചായ കുടിച്ചളിയാ? ഇല്ലളിയാ, വാളിയ. ഞാൻ കൊണ്ടുപോയി അവൻ എന്ത് മേടിച്ചു കൊടുത്തു? ചായ മേടിച്ചിട്ട് മറ്റന്മാർ എന്നെ കൊല്ലാൻ നിൽക്കുക. എടാ, നീയല്ലേ പറഞ്ഞ എടാ അവന്റെ വായിലിരിക്കുന്ന കേട്ടാ എങ്ങനെ മേടിച്ചു കൊടുക്കാതിരിക്കും, അല്ലേ? ചിലതിന്റെ വായിൽ നിന്ന് കണ്ടാൽ നമ്മൾ അറിയാതെ മേടിച്ചു കൊടുക്കും. ചിലതിന്റെ വായിരിപ്പ് കണ്ട വീട്ടിൽ കയറ്റാൻ തോന്നത്തില്ല. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഒരു ഹല്ലേലൂയ പറ. അമ്മേ. അപ്പൊ മനുഷ്യന്റെ വായിലെ വാക്ക് എന്നാ? ആഴമുള്ളത്. 2, വായുടെ വാക്ക് നല്ലതാണെങ്കിൽ ഉദരം നിറയും. 21, ഡെത്ത് ആൻഡ് ലൈഫ്. മരണം ഇരിക്കുന്ന, ജീവൻ ഇരിക്കുന്ന എവിടെയാ? ഇത് നിങ്ങൾക്കറിയാമോ മക്കളെ? മരണവും ജീവനും ഇരിക്കുന്ന ഈ സാധനത്തിലാ. നിങ്ങൾക്ക് മരിക്കണോ? ഇത് വെച്ച് പറഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ മതി. നല്ല സുന്ദരിയായ പിള്ളേർക്ക് പേരിടും മോളെ ബ്ലസി, വിളിക്കുന്നത് ഡോങ്കി. നല്ല പേരിടും മക്കൾക്ക് ബ്ലസൻ. ദേഷ്യം വരുമ്പോ മങ്കി. അവൻ 10 ദിവസം കഴിയുമ്പോ ജനാലെ ചാടിക്കയറും. എന്നാ ഭാഷ കാര്യം? മങ്കി എന്ന് വിളിച്ചവൻ മങ്കിയായി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചനോട് പറഞ്ഞു, പക്ഷേ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്താണ് IAS അല്ലേ, കളക്ടർ ആകാൻ IAS എക്സാം, അവന് 209ാമത്തെ റാങ്ക്.
പാസ്റ്റർക്ക് അറിയാമോ അവൻ എങ്ങനെയാ പാസ്സായത്? അവൻ എനിക്കറിയില്ല. ഈ വീട്ടിലെ തള്ളയാ അവനെ ജയിപ്പിച്ച. ഞാൻ ചോദിച്ചത്, നിന്റെ തള്ള എങ്ങനെ? ട്യൂഷൻ എടുത്തോ? ട്യൂഷൻ എടുത്തല്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും. എന്നിട്ട് പറയും, രമേശന്റെ മകനെ നോക്ക്, അവൻ മിടുക്കൻ. നീ കഴുത. ഞാൻ കഴുതയുമായി, അവൻ മിടുക്കനുമായി. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത് വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാ. നമ്മൾ നമ്മുടെ മക്കളെ നോക്കി, പൊട്ടൻ, കഴിവില്ലാത്തവൻ, മിടുക്കില്ലാത്തവൻ, കോലം കണ്ടില്ലേ, നിറം കണ്ടില്ലേ? ദൈവം ഇതിനെ നീ എന്ത് പറയുന്നു അതവന് സംഭവിക്കും. തിരിച്ചൊന്ന് പറ, മോനെ നീ അനുഗ്രഹിക്കപ്പെടുവടാ. കുഞ്ഞിന്റെ നിലവാരം മാറുവടാ, നിന്റെ അന്തരീക്ഷം മാറുവടാ, നീ പോകുവടാ. എന്റെ ഇളയ മോൻ, ഇവനറിയാം, പിള്ളേർക്ക് അറിയാം, ഇളയ മോൻ ലെസ്ലി കുരുത്തക്കേടിന് കയ്യും കാലും വെച്ചവനാണ്. അവൻ വീട്ടിൽ ഉള്ളപ്പോൾ ഞാൻ ഡോർ അടച്ചാ കിടക്കുന്നത്. മൂക്കിലെല്ലാം പഞ്ഞു കുത്തിക്കയറ്റി വെച്ച് കളയും. ഒരു രക്ഷയില്ല, ഭയങ്കര കുരുത്തക്കേടാ. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ കൺട്രോള് പോവും. അപ്പൊ ദേഷ്യം വരുമ്പോ ഞാൻ ഓടിച്ചെന്നിട്ട് തലേക്ക്, എടാ നിന്നെ ദൈവം അമേരിക്ക വിടോടാ. വേറെ പറയാനാ ഇരുന്ന, പക്ഷെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഈ വരുന്നതൊക്കെ തിരിച്ചു വിടും എന്ന് വെച്ച് ദേഷ്യമുണ്ട്. അവന് വേറെ എന്തെങ്കിലും പറയാണ്ട് തോന്നുന്നു, പക്ഷെ പറഞ്ഞാൽ സംഭവിക്കും. അതുകൊണ്ട് പറയരുത്, മനസ്സിലായോ? ചുമ്മാ കണ്ണാടി മുമ്പിൽ പോയിട്ട് എന്റെ നിറം എന്തിനു കൊള്ളാം? നിന്നോട് ആര് പറഞ്ഞു? നീ ഒന്ന് പറഞ്ഞു നോക്കേ, എന്തൊരു ഗ്ലാമർ അല്ലേ. ഞാൻ എങ്ങനെ ഇത്രയും ഭംഗി വെച്ചത്? എന്റെ പഴയ ഫോട്ടോ നിങ്ങൾ കാണണം, വീട്ടിൽ കയറ്റത്തില്ല. ഞാൻ ചുമ്മാ പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് സൈഡൊക്കെ ചെയ്തിട്ട് ഞാൻ കാണാം, അടിപൊളി, എന്താ രസമല്ലേ. നിങ്ങളാരും പറയണ്ട, ഞാൻ എന്നോട് തന്നെ പറയും. എനിക്ക് എന്നിൽ തന്നെ ഒരു തൃപ്തി ഉണ്ടാകണം. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയണം. കാരണം നീ പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന നിന്റെ ചെവിയാ. നെഗറ്റീവ് പറയല്ലേ ദൈവമക്കളെ, നെഗറ്റീവായി തോട്ട് പറയല്ലേ. ഞാൻ ഇനി മീറ്റിംഗ് നീട്ടിക്കൊണ്ട് പോകത്തില്ല, സമയം പോകുന്നതുകൊണ്ട്. പക്ഷെ ഞാനങ്ങ് വെട്ടി പറയാം. നിങ്ങൾ പറയുന്നത് എന്ത് ചെയ്യും? പറമക്കളെ, സംഭവിക്കും. അതുകൊണ്ട് ഒരു മർമ്മം കൂടി പറയാം. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ഉറ്റുനോക്കാൻ 12 പേരെ വിട്ടു. എത്ര പേരെ? 2 പേര് വിശ്വാസം പറഞ്ഞു. 10 പേരെന്ത് ചെയ്തു? അവരുടെ മസൽ കണ്ടു. അവിടെ മസൽ കണ്ടിട്ട് പറഞ്ഞു, നമ്മൾ വെട്ടിക്കിളി, അവർ മല്ലന്മാർ. പക്ഷെ 2 പേര് പറഞ്ഞു, ചുമ്മാ ഇരിയടാ, നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം ഉന്നതൻ, അവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പിടിച്ചെടുക്കും. അവർ വിശ്വാസം പറഞ്ഞു. അവർ 2 പേരും മാത്രമേ കനാനി കാലുകുത്തിയുള്ളൂ. വിശ്വാസം പറഞ്ഞാൽ അത് ചെയ്യും. നിങ്ങൾ പറ, ഞാനത് പണിയും, ഞാനത് മേടിക്കും, ഞാനത് ചെയ്യും. എന്ത് പറഞ്ഞു തുടങ്ങുന്നോ അത് നിങ്ങൾ ചെയ്തു തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അവസാനം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇസ്രായേൽ മക്കൾ പോയി എന്ത് കണ്ടു? കനാൻ കണ്ടു അല്ലേ? അവിടെ ഉള്ള ആരുകളെ കണ്ടു? അനാക്യ മല്ലന്മാരെ. പുതിയ നിയമ വിശ്വാസികളായ നമ്മളും മല്ലന്മാരെ കാണും. ഇസ്രായേൽ മക്കൾ കണ്ടത് മല്ലന്മാരെ ആണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ മല്ലനാരാ? കേൾക്കണോ മോൻ? ഒന്നിട്ടേ 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോനെ. 2 കൊരിന്ത്യർ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകമല്ല, കോട്ടയെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. അടുത്ത വാക്യം, അവയാൽ ഞങ്ങൾ, അവിടെ നിർത്ത്. അവയാൽ ഞങ്ങൾ, പുതിയ നിയമത്തിലെ നമ്മുടെ മല്ലനാരാ മോനെ? ഇമാജിൻ, സങ്കല്പം. ചുമ്മാ ഇരുന്ന് സങ്കല്പിക്കും, എനിക്കത് വരും, ഞാൻ അങ്ങനെയാകും, ഞാൻ ഇങ്ങനെ. ഇതാണ് നമ്മുടെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മല്ലൻ. ഇന്ന് രാത്രി അതിനെ പൊട്ടിച്ചുകളാ. നിങ്ങളുടെ ഇമാജിൻ മുഴുവൻ ഉടച്ചുകളാ. അയ്യോ അവൻ ഒരു ചെറിയ കുരു വന്നാ മതി, അത് ഉരുട്ടിക്കയറ്റി ക്യാൻസർ ആക്കും. ചുമ്മാ ക്യാൻസർ ആണ 5000 രൂപ കടം വന്നാൽ മതി, അപ്പൊ തന്നെ പറയും ഈ കടം നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ.
ഇനി സ്തോത്രം, ഈ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, തിരിച്ചു വരുന്ന വഴി സവാള മേടിക്കാൻ മറന്നുപോയി, ഞാൻ ചത്തുകളെ, നീ ആവും. നമ്മുടെ ചില പെണ്ണുങ്ങൾക്കുള്ള സ്ഥിരം പരിപാടിയാ, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും, ചാവും. ഇങ്ങനെയൊന്നും പറഞ്ഞു നോക്കല്ലേ, അതുപോലെ സംഭവിക്കും. ഞാൻ തോറ്റുപോകും, ഞാൻ കയറത്തില്ല, ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തതാ. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വീടില്ലായിരുന്നു. ഞാൻ 13 വർഷം വാടക വീട്ടിൽ താമസിച്ചവനാ. പക്ഷെ ഞാൻ അവിടെ കിടന്ന് പറഞ്ഞു, ഞാൻ നല്ല വീട് പണിയും, നല്ല വീട് ഞാൻ പണിയും, പട്ടണത്തിന്റെ നടുവിൽ ഞാൻ നല്ല വീട് പണിയും. ദൈവമക്കളെ 5 വീട് ഞാൻ പറഞ്ഞു, 5 വീട് ഞാൻ പറഞ്ഞു. അത് ചുമ്മാ 5 ലക്ഷം 10 ലക്ഷത്തിന്റെ അല്ല. എറണാകുളം പട്ടണത്തിന്റെ നടുവിൽ കുണ്ടന്നൂര് ലിമറേഡിയ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് 10 സെന്റ് സ്ഥലം മേടിച്ച് 3000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിത് അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മഹത്വം പറയാമെന്നല്ല, പക്ഷേ പറഞ്ഞാൽ സംഭവിക്കുമെന്നുള്ള തെളിവായി ഞാനീ പറഞ്ഞേ. മനസ്സിലായോ? അത് ചെയ്യും. എനിക്ക് മക്കളില്ല, 4 വർഷം കുഞ്ഞുങ്ങളില്ല. സ്വതന്ത്രം ചെയ്തേ 4 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പോയിട്ട് വഴിയരിയിൽ പോയി ഈ കീ കൊടുക്കുന്ന മറ്റു സാധനമില്ലേ കറങ്ങുന്നേ, അത് മേടിച്ചോണ്ട് വന്ന് എൻ്റെ കട്ടിലിനെ അവിടെ കെട്ടിയിട്ടിട്ട് ഞാൻ പേരെഴുതി ഭിത്തിയിൽ ഒട്ടിച്ചു. തലവണി എടുത്ത് താഴെ വെച്ചിട്ട് പറഞ്ഞു, കറക്കിയിട്ട് ലെസ്റ്റർ മോൻ നോക്കടാ, കറങ്ങുന്ന നോക്കടാ. രാവിലെയാണ് മേടിച്ചിട്ട് കറക്കിയത്. വൈകിട്ട് അമ്മായിയപ്പനും അമ്മായിമ്മയും വീട്ടിൽ വന്നിരിക്കുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട്, മോനെ മക്കളൊക്കെ ദൈവം തരുന്നതല്ലേ? ഞാൻ അല്ല മോനെ അതിന് പ്രയാസപ്പെടിയ അവരോർത്ത് എനിക്ക് ഭ്രാന്തായി പോയെന്ന്. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. എന്നെ ഭയങ്കര ആശ്വസിപ്പിക്കല്. അല്ല ഞാൻ ചോദിച്ചു, അല്ല എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഇത്ര ആശ്വസിപ്പിക്കുന്നത്? അല്ല, അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ സംതിങ് റോങ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വട്ടൊന്നുമല്ല, ഇത് പ്രൊഫറ്റിക്കൽ ആക്ഷനാ. ഇത് പ്രൊഫറ്റിക്കൽ ഞാൻ ചെയ്തു. 2ാമത്തെ മാസം ദൈവം എനിക്ക് ആഘോഷിനെ തന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് സംഭവിക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ 1-2 വചനം പറയാം. പിടിച്ചോ. സങ്കീർത്തനം വായിക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. സങ്കീർത്തനം 91:7. എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, കൂട്ടത്തിൽ ഞാനും വീഴും. അങ്ങനെയാണോ? തെറ്റിയോ? പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെയാ. എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്ത് വശത്ത്, അയ്യോ കൂട്ടത്തിൽ നിങ്ങൾ ഇല്ല, ഞാൻ വീഴത്തില്ല. ഒന്ന് പറയും മക്കളെ, ഞാൻ വീഴത്തില്ലട പിശാചേ. അവൻ 23-ാം സങ്കീർത്തനം 4-ാം വാക്യം, കൂരികൾ താഴെ കൂടെ നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 118:17, ഞാൻ മരിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ മരിക്കത്തില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. സങ്കീർത്തനം 27, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ ഞാൻ കാണും. ഒരു ഹല്ലേലൂയ പറയൂ മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 റിപ്പോർട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. 1ാമത്തെ റിപ്പോർട്ട് മനുഷ്യന്റെ റിപ്പോർട്ട്, 2ാമത്തത് പിശാച്, 3ാമത്തത് ഇന്ന് രാത്രി നിങ്ങൾ റെഡി ആയിക്കോ. ആദ്യത്തെ 2 റിജക്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. 2 എന്ത് ചെയ്യണം? എന്നിട്ട് ദൈവത്തിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യണം.